So once again, welcome back to the session, everyone. So ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ന്യൂ ഏരിയ, നോട്ട് ഓൺലി ഫോർ യു, ഫോർ എവ്രി വൺ. അതായത് ഇപ്പോൾ ഓൾറെഡി പ്രൊഫഷനിൽ ഉള്ള ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരു ഏരിയയാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവം റെലവൻസിലുണ്ട്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായ എന്താ പറയുക സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സോ ഗൈഡ് ലൈൻസോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വേ ഗൈഡ് ലൈൻസ്, പക്ഷെ എല്ലാവരും കോമൺലി ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പം ഇന്ത്യയിലുള്ളവർ ചെയ്യുന്ന പോലെ അല്ല യു എസിലുള്ള കമ്പനി ചെയ്യുന്നത്, യു കെയിലുള്ള കമ്പനി ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ടാറ്റ ഗ്രൂപ്പ് ചെയ്യുന്ന പോലെയല്ല ഇന്ത്യയിലുള്ള മഹീന്ദ്ര എന്ന് പറയുന്ന ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ഡിപ്പെൻഡിങ് ഓൺ കമ്പനി ടു കമ്പനി അവർ ഫോളോ ചെയ്യുന്ന ഈ പറയുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ റിഫ്ലക്ട് ഓവർ ദ റിപ്പോർട്ടിംഗ് ആസ് വെൽ. കമ്പനീസ് റിപ്പോർട്ട് ചെയ്യുന്ന രീതി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി അൾട്ടിമേറ്റ്ലി അത് ആർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും, ഓഡിറ്റേഴ്സ് ആയ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം എന്താ, കാരണം പലരും പല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ ഓഡിറ്റ് ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കില്ല മറ്റൊരു കമ്പനിയുടെ വരുന്നത്. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ഇൻ ടു എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ സ്റ്റാൻഡേർഡ്സ് വന്ന് S1 S2 എന്നൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ്സ് വന്ന്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഓഡിറ്റിംഗിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. സോ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ ഓഡിറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. കാരണം നമുക്കറിയാം, നമുക്ക് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നതും നോൺ അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ അഷുറൻസ് എൻഗേജ്മെന്റിൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നു. അവിടെ നമ്മൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ ചോദിക്കും, ഡിസ്കഷൻ നടത്തും, അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യും, എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്യും, എവിഡൻസുകൾ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് എ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ്, അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്നായിരുന്നു നമ്മൾ പഠിച്ചേ? എന്തായിരുന്നു വ്യത്യാസം? നമ്മളവിടെ മെയിൻലി 2 പ്രൊസീജിയേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ. എന്തൊക്കെയായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ എന്തുമായിരിക്കും, എൻക്വയറി ആയിരിക്കും അല്ലെ. അപ്പോ നമ്മുടെ അടുത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയറും എൻക്വയറിയും ഇന്നിന്ന കാര്യത്തെ കുറിച്ച് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആണോ? അല്ല, നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് എന്താണ് എവിഡൻസ് വേണ്ട അതിനനുസരിച്ച് പ്രൊസീജിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. അതായത് ഇപ്പം ഞാനൊരു കാർ ഓടിക്കാൻ പഠിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനാണ് നിങ്ങളുടെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആളെന്ന് വെച്ചു. സോ ഇൻസ്ട്രക്ടർ ഞാനാണ്, ഞാൻ നിങ്ങളെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുക. അപ്പം ഞാൻ നിങ്ങളെ MG റോഡിൽ നിന്ന്, കൊച്ചിയിൽ MG റോഡിൽ നിന്ന് ഞാനിവിടെ കാക്കനാടിലേക്ക് കാർ ഓടിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ പാലാരിവട്ടത്ത് എത്തുമ്പോൾ ജംഗ്ഷനിൽ വരുമ്പോൾ ഇന്ന ഗിയർ ഇടണം, അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ഗിയർ ഇടണം, ഇന്ന സ്ഥലത്ത് വരുമ്പോൾ തന്നെ ബ്രേക്ക് ഔട്ടണം എന്ന് പറഞ്ഞായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അല്ല, ഞാൻ നിങ്ങളെ എങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഗിയർ മാറേണ്ടതെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതേ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നിങ്ങൾ എന്താണോ അപ്രോപ്രിയേറ്റ് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ശരിയല്ലേ? അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ഓഡിറ്റും. അതായത് ഓരോ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻഗേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ടും ഇന്നിന്ന പ്രൊസീജിയർ തന്നെ ചെയ്യണം എന്നല്ല. നമ്മൾ കുറെ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്നത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ല നമുക്ക് പഠിക്കാനുള്ളത്. പകരം നോർമലി സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നിന്റെ റിസ്കുകൾ കോമൺലി ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നിന്റെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അകത്ത് എന്തൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം ഓവറോൾ എന്താണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി അതിനെ ബേസ് ചെയ്ത് പുതിയൊരു ചാപ്റ്റർ വന്നിട്ടുണ്ട്, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ തന്നെ. ഓഡിറ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് തന്നെ പുതിയൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റും വന്നിട്ടുണ്ട്. ആക്ച്വലി എന്താണോ ഈ പറയുന്ന ഡ്രാഫ്റ്റിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള സെയിം സാധനം തന്നെയാണ് ചാപ്റ്ററിലുള്ളത്. സോ ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ കവറിംഗ് എവറിഥിങ്, വിൽ ഫസ്റ്റ് ഡിസ്കസ് ദ ചാപ്റ്റർ. എന്നിട്ട് നമുക്ക് ആ എക്സ്പോഷർ ഡ്രാഫ്റ്റും കൂടി നോക്കാം, അതായത് ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ ഏരിയയും കൂടി നോക്കാം. ഓക്കെ, ഫൈൻ. യാ, അപ്പൊ ഒന്ന് നോക്കി എല്ലാവരും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിപ്പോർട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് ആക്ച്വലി മെന്റ് ബൈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. അപ്പം അതിന് വേണ്ടിയിട്ട് വി വിൽ ജസ്റ്റ് ഡു വൺ തിങ്. നിങ്ങൾ SBRന്റെ പഠിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾ ഉണ്ട് ഓൾറെഡി.
IFRS സസ്റ്റൈനബിലിറ്റി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ SBR പഠിച്ച സമയത്ത്? ഓക്കെ, ആ സെയിം സാധനം നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് S1ഉം S2ഉം. എന്നിട്ട് വി വിൽ ഹാവ് എ ഡിസ്കഷൻ ഓഫ് ആൻ എക്സാമ്പിൾ ഫയൽ. ദെൻ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഓഡിറ്റിംഗ് പാർട്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർലി ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും ഏരിയ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നോട്ടായിട്ടൊന്നും എഴുതി വെക്കണം എന്നില്ല. ജസ്റ്റ് ലിസൺ ടു ദിസ് കെയർഫുള്ളി. എന്നിട്ട് മനസ്സിലാവുന്നതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഐ വിൽ അപ്ലോഡ് ദി റെക്കോർഡിംഗ്. എക്സാമിന് മുന്നേ ഒന്നും കൂടി ഇത് അറ്റൻഡ് ചെയ്യുക, സെഷൻ തന്നെ. ദെൻ പ്രോപ്പർലി എക്സാം എഴുതുക. കാരണം പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എക്സാമിനർ തന്നെ നമ്മളോട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിൽ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, അപ്പം എന്തായിരുന്നു S1ഉം S2ഉം? ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരൊന്ന് ക്വിക്ലി പറയോ? അല്ല, പതി പറഞ്ഞാലും മതി. പറയോ? S1ഉം S2ഉം എന്തൊക്കെയായിരുന്നു പറയുന്നത് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗിന്റെ സ്റ്റാൻഡേർഡിന്റെ അകത്ത്? ആരും പറയടാ, SBR ചെയ്തില്ല എല്ലാവരും. S1ന്റെ S2ന്റെ അകത്ത് എന്തൊക്കെയായിരുന്നു പറയുന്നത്? S1 സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ്, ജനറൽ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, S2ന്റെ അകത്ത് എന്തായിരുന്നു പറയുന്നത്? ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ്. ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് യു ക്യാൻ ഡു ആസ് പാർട്ട് ഓഫ് യുവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. വിത്തിൻ ദ ഡിസ്ക്ലോഷേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം, വേണം ഇൻക്ലൂഡ് ചെയ്യാം. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫയൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈതർ വേ യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗൈഡ് ലൈൻ ആണ് തരുന്നത് അവര്. അപ്പൊ അവർ നമ്മളോട് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. റീസെന്റ് ഇയേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇൻഫർമേഷന് ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടി വരികയാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, പല കമ്പനീസും നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. നല്ലതിന് വേണ്ടിയിട്ട് തന്നെ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കറിയാം, ഇപ്പോൾ കാർബൺ ക്രെഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനികൾക്ക് കുറെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പൊ നമുക്കറിയാം, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ എന്തുണ്ട്? കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ട്. ശരിയല്ലേ? ഓർഗാനിക് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ്. ഇല്ല, നിങ്ങളിപ്പോൾ ഒരുപാട് ബിൽഡേഴ്സിനെ കണ്ടിട്ടുണ്ടാവും സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗുഡ് എർത്ത് എന്ന് പറയുന്ന ബിൽഡേഴ്സ്, വീഗാലാൻഡ് എന്ന് പറയുന്ന ബിൽഡേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനീസ് സസ്റ്റൈനബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തുണ്ട്? അതിൻ്റെതായ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സും ഉണ്ട്. ഇപ്പം നോർമലി നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോവാണെന്നുണ്ടെങ്കിൽ 1 crore ആണ് ഒരു ഫ്ലാറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായ രീതിയിൽ ഇപ്പം ഗുഡ് എർത്തിന്റെ ഒക്കെ ഒരു പ്രോപ്പർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ യു മൈറ്റ് നീഡ് ടു പേ മോർ ദാൻ 2 crore. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പം അതാണ് പറഞ്ഞ് ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ കമ്പനി എന്ത് ചെയ്യാറുണ്ട്? സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം? പലപ്പോഴും ഇൻകൺസിസ്റ്റൻസി ഒരുപാട് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് രണ്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു S1 എന്ന് പറയുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ജനറൽ റിക്വയർമെന്റ്സ് ആയിരുന്നു അതിൻ്റെ അത് പറയാറുള്ളത്. സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ചുള്ള ഡിസ്ക്ലോഷേഴ്സിനെ പറ്റിയിട്ട്. അപ്പം ജനറൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും S1ന്റെ അകത്ത് മെയിൻലി 4 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് S1ന്റെ അകത്ത് പറയുന്നത്. എന്തൊക്കെയായിരുന്നു 4 പില്ലേഴ്സ്? നമ്പർ 1, ഗവേണൻസ്. അതായത് ഒരു കമ്പനി, ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനി ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഗവേണൻസിനെ പറ്റിയിട്ടാണ്. അതായത് എങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ട് ഈ കമ്പനിക്ക് വരുന്ന ഓരോ റിസ്കുകളും, അതായത് ഇപ്പം എന്തെങ്കിലും പുതിയതായിട്ടൊരു വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് കമ്പനീനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനീനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സെയിം ആസ് ദാറ്റ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പനി പലതരത്തിലുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ ആ ബിസിനസ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ടാവണം. അതായത് ഏത് അപ്രോച്ച് വഴിയാണ് ഈ കമ്പനി ഈ പർട്ടിക്കുലർ റിസ്കുകൾ ഓരോന്നും മാനേജ് ചെയ്യുന്നത്, സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. സെയിം ആസ് ദാറ്റ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ? സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ റിസ്കുകൾ കമ്പനി ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ഓരോന്നും കമ്പനി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഓരോന്നും ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ മെട്രിക്സ് ആൻഡ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു പർട്ടിക്കുലർ കമ്പനി സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണം? പെർഫോമൻസ് മെട്രിക്സുകൾ വെക്കണം, അല്ലെങ്കിൽ KPIs വെക്കണം. അതായത് എന്തൊക്കെയാണ് ഇപ്പൊ കാർബൺ റേറ്റിന്റെ എമിഷൻ ഇവർ കുറച്ചു, അങ്ങനെയാണ് വൺ ഓഫ് ദി KPI വിൽ ബി കാർബൺ എമിഷൻ. അപ്പൊ അങ്ങനെയുള്ള KPIs ഏതൊക്കെയാണ് ഇവർ വെക്കുന്നത്
അതുപോലെ തന്നെ അതിന്റെ പ്രോഗ്രസ് ഇവരെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യണം, അപ്രോപ്രിയറ്റ്ലി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അവർ കൊടുക്കുന്നുണ്ടാവണം. അപ്പോൾ S1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ കറക്റ്റായിട്ട് IFRSന്റെ സസ്റ്റൈനബിലിറ്റി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ ഇവർ പ്രോപ്പർലി കൊടുക്കുന്നുണ്ടാവണം. അതുപോലെ തന്നെ എൻറ്റിറ്റി S2 റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. ദെൻ ഇവിടെ കുറച്ച് റിക്വയർമെന്റ്സ് പറയുന്നുണ്ടായിരുന്നു ഇപ്പം S1 റിലേറ്റഡ് ആയിട്ട്. ഞാനൊരു സമ്മറി ഞാൻ എളുപ്പത്തിന് കാണിച്ചു തരാം. സോ ഇത് ആക്ച്വലി സമ്മറി ഉള്ളത്. അതായത് S1ന്റെ അത് പറയുന്ന കീ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കണം, പ്രോപ്പർ ബന്ധം ഉണ്ടാവണം. അതായത് കമ്പനി പറയാണ് കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഫ്ലഡ് കാരണം കൊണ്ട് ഇത്രയാണ് ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉള്ളത് എന്നുള്ളത് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിമിലർ ഇമ്പാക്ട് തന്നെ ആയിരിക്കണം FSന്റെ അകത്ത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് എന്നാണോ ഫിനാൻഷ്യൽസ് പബ്ലിഷ് ചെയ്യുന്നത് അതേ സമയം തന്നെ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷനും പബ്ലിഷ് ചെയ്യണം. ഏതെങ്കിലും സമയത്ത് പബ്ലിഷ് ചെയ്താൽ പോരാ, രണ്ടും ഒരുമിച്ച് തന്നെ പബ്ലിഷ് ചെയ്യണം. ദെൻ എപ്പോഴും സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഈ വർഷത്തെ കാർബൺ എമിഷൻ എത്രയാണോ അത് കഴിഞ്ഞ വർഷത്തേതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവണം. ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് അതിൽ എക്സെപ്ഷൻ ഉള്ളത്. ഫസ്റ്റ് ഇയറിൽ മാത്രം അതാത് ഇയറിനെ മാത്രം കാണിച്ചാൽ മതി. നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ആ പുതിയ ഇയറിന്റെയും പ്രയർ ഇയറിന്റെയും കാണിക്കുന്നുണ്ടാവണം. അതേപോലെ തന്നെ എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം കൊടുക്കുന്നുണ്ടാവുക. ഒരു കംപ്ലയൻസ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എന്തൊക്കെയാണ് സസ്റ്റൈനബിലിറ്റി റിക്വയർമെന്റ്സ് അതെല്ലാം ഇവർ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാം 100% കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇവിടെ പറയുന്ന റിക്വയർമെന്റ്സ്. ഇനി ഇതിന് പുറമെ നമ്മളോട് അഡീഷണലി റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. അഡീഷണലി നമ്മളോട് പിന്നെ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അകത്താ S2ന്റെ അകത്താണ്. അപ്പൊ S2ന്റെ അകത്ത് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? S2ന്റെ അകത്ത് മെയിൻലി രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു? ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്കിനെ കുറിച്ചിട്ടായിരിക്കും. അവിടെ ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക്കും നമ്മൾ പറയുന്നുണ്ടാവും, ഓപ്പർച്യൂണിറ്റീസും പറയുന്നുണ്ടാവും. അപ്പം റിസ്ക് എന്ന് പറയുമ്പോൾ രണ്ട് റിസ്ക് ആയിരുന്നു വരുന്നത്. ഒന്ന് ട്രാൻസിഷൻ റിസ്ക്കും, രണ്ട് ഫിസിക്കൽ റിസ്ക്കും. എന്തായിരുന്നു ഫിസിക്കൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരുന്നു മക്കളെ ഫിസിക്കൽ റിസ്ക്? ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സിനെ ലൈക് ഫ്ലഡ് എർത്ത് ഒക്കെ എഫക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ റിസ്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വെതർ റിലേറ്റഡ് ഇവന്റ്സ് ഒക്കെ കാരണം കൊണ്ട് നമ്മുടെ അസറ്റ്സിനെ എഫക്ട് ചെയ്യുന്നതായിരിക്കും ഫിസിക്കൽ റിസ്ക് എന്ന് പറയാം. അതായത് ഫ്ലഡോ ഡ്രോട്ടോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡോ ഒക്കെ ഉണ്ടാവുന്നു, അത് കാരണം കൊണ്ട് നമ്മുടെ കമ്പനീനെ എഫക്ട് ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ റിസ്ക് എന്ന് പറയാം. അപ്പോൾ ഫിസിക്കൽ റിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസ്ക്ലോഷേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ടായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഒരിടത്ത് ഭയങ്കരമായ രീതിയിൽ ഫ്ലഡ് വന്നു. ഫ്ലഡ് വന്ന കാരണം കൊണ്ട് എന്ത് പറ്റി, നമ്മുടെ കീ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കിട്ടാണ്ടായി. അപ്പോൾ അത് പ്രൈസ് പെട്ടെന്ന് വൊളാറ്റൈലായി, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? സോ അല്ലെങ്കിൽ ഇത് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നുണ്ടോ, നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ചെയിൻസ് ആണ്. ഇപ്പം കുറച്ച് ഏരിയാസിൽ വാട്ടർ ഷോർട്ടേജസ് ഉണ്ടായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, സിഗ്നിഫിക്കൻറ്റ് വാട്ടർ ഷോർട്ടേജ് കാരണം കൊണ്ട് നമ്മുടെ ബിസിനസ്സുകൾ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ആ കമ്പനിയിലെ ആ ഏരിയാസിലുള്ള കമ്പനീസൊക്കെ പേ ചെയ്യുന്ന ഇൻഷുറൻസിന് പ്രീമിയം എമൗണ്ട്സ് ഇൻഷുറൻസ് കമ്പനീസ് കൂട്ടാൻ ചാൻസ് ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി അപ്കമിങ് ഇയേഴ്സിൽ നമ്മുടെ കോസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് റിസ്ക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതാണ് S2ന്റെ അത് പറയുന്നത് ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ഇനി ട്രാൻസിഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാളും എങ്ങനെയായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ബിസിനസ് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലൂടെ കടന്നു പോകും അല്ലേ. നമ്മൾ സസ്റ്റൈനബിലിറ്റി ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും
അപ്പോൾ ആ ട്രാൻസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറേ കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അതായിരിക്കും നമ്മൾ ട്രാൻസിഷൻ റിസ്ക് ആയിട്ട് കാണിക്കുന്നുണ്ടാവുക. ഇപ്പം ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നുണ്ടോ, ക്ലൈമറ്റ് റിലേറ്റഡ് ലോ ആൻഡ് റെഗുലേഷൻസ് റെഗുലർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് മൊത്തം 90 കൺട്രീസിൽ സെയിൽസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഓരോ ലോ ആൻഡ് റെഗുലേഷൻ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻസ് കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, ഇപ്പം കസ്റ്റമേഴ്സ് ഭയങ്കരമായ രീതിയിൽ കമ്പനീസ് എത്രത്തോളം ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ടാർഗറ്റ്സും കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പ്രോപ്പർലി ഫോളോ ചെയ്തിരുന്നാൽ റെപ്യൂട്ടേഷണൽ ഡാമേജസ് സിഗ്നിഫിക്കൻ്റ് വരും, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എഫക്റ്റഡ് ആവും, നമുക്കുള്ള റവന്യൂ കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്കുകളാണ് ട്രാൻസിഷൻ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കൽ റിസ്ക്കും ട്രാൻസിഷൻ റിസ്ക്കും കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവണം, പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവണം. സെയിം എസ് ദാറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതിയതായിട്ടൊരു ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് വിച്ച് വിൽ റെഡ്യൂസ് ദ പൊല്യൂഷൻ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ഈ പൊല്യൂഷൻ കുറയ്ക്കുന്ന മാത്രമല്ല, ആ ഒരു പുതിയ ടെക്നോളജി നമ്മുടെ മാർജിൻ കൂട്ടും അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കൂട്ടും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ S2 അകത്ത് അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് മെട്രിക്സിനെ കുറിച്ച്. അതായത് അവിടെ പറയുന്ന ഒരു മെയിൻ മെട്രിക്സ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒരു കമ്പനീസ് എത്രത്തോളമാണ് എമിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവണം. അതിന് 3 സ്കോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കോപ്പ് 1, സ്കോപ്പ് 2 ആൻഡ് സ്കോപ്പ് 3. സ്കോപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ ഡയറക്ട്ലി എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ സ്കോപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഡയറക്ട്ലി എമിറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാളോട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം എമിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്കകത്ത് ഇവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എമിഷൻ നടത്തുന്നുണ്ട്. ഇനി സ്കോപ്പ് 3 ആണ് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. സ്കോപ്പ് 3 എന്ന് പറയുമ്പോൾ നമ്മളല്ല, നമ്മുടെ ഡയറക്റ്റ് സപ്ലയറും അല്ല, പക്ഷെ നമ്മുടെ വാല്യൂ ചെയിൻ ഉണ്ടല്ലോ, അതായത് ഇപ്പം നമ്മുടെ സപ്ലയറിന് സപ്ലൈ ചെയ്യുന്ന ആളായിരിക്കും. സോ നമ്മുടെ ടോട്ടൽ വാല്യൂ ചെയിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ സ്കോപ്പ് 1, സ്കോപ്പ് 2, സ്കോപ്പ് 3 ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇവിടെ തന്നെ എന്തെങ്കിലും കമ്പാരിറ്റീവ്സ് തന്നിട്ടുണ്ട്, ഇങ്ങനെ കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ കമ്പാരിറ്റീവ്സും കൂടി കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത്രയായിരുന്നു മെയിൻലി ഈ സ്റ്റാൻഡേർഡിന് അത് പറയുന്നുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചത് ഫുള്ളി തിയറിയാണ്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഇത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടാണ്, അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടാണിത്. 24-25 ഇയർ എൻഡിലെയാണ്, 31 മാർച്ച് 2025 കറണ്ട് ഇയറിലെയാണ് അവരുടെ റിപ്പോർട്ട്. സോ ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വോണ്ട് ബി എ സ്മോൾ ഫയൽ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ വെരി ലെങ്തി വൺ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 100 പേജസ്, 63 പേജസിന് മേലെ ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയായിരിക്കും നോർമലി സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, പാസ്റ്റും ഉണ്ടാവും ഫ്യൂച്ചർ ഇൻഫർമേഷൻസും ഉണ്ടാവും, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് PFI, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അഷുറൻസ് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഡിഫൈൻഡ് അല്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ റീസണബിൾ അഷുറൻസ് കൊടുക്കും, ചില സിറ്റുവേഷൻസിൽ ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫോർകാസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടില്ല, എവിഡൻസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർകാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്കവിടെ റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇതുണ്ടോ, അവരവരുടെ സസ്റ്റൈനബിലിറ്റി സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അഡ്വാൻസിങ് ദ ഡീകാർബണൈസേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് വാല്യൂ ചെയിൻ. അതുപോലെ തന്നെ അവർ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രിസർവ് ആൻഡ് റീസ്റ്റോർ നാച്ചുറൽ എൻവയോൺമെന്റ്, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇതിന് അതേപോലെ തന്നെ അവിടെ എൻവയോൺമെന്റൽ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞേക്കാണ്. ഡ്രൈവിംഗ് നെറ്റ് സീറോ, ടാറ്റ ഗ്രൂപ്പ് കാർബൺ എമിഷൻസ് മാക്സിമം കുറയ്ക്കുകയാണ്, 2030 ആകുമ്പോഴത്തേനും ഒരു 25% റിഡക്ഷൻ കുറയ്ക്കും എന്ന് പറഞ്ഞു. സ്കോപ്പ് 1 ആൻഡ് സ്കോപ്പ് 2-ൽ, അതായത് ഡയറക്റ്റ് എമിഷൻസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എമിഷൻസിലും. അതേപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി അവർ പ്രിസർവ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞേക്കുന്നുണ്ടോ, 2024, 2025, 2030 എന്ന് പറയുന്നത് എന്താണ്, ഫോർകാസ്റ്റ് ആണ്. മനസ്സിലായോ? ഓക്കെ. അതേപോലെ തന്നെ അവർ പറഞ്ഞേക്കുന്നുണ്ടോ, ഫോർകാസ്റ്റ് ഇൻഫർമേഷൻ മാരകമായ ഫോർകാസ്റ്റുകളിലേക്ക് പോയിട്ടുണ്ട്. ഡ്രൈവിംഗ് നെറ്റ് സീറോ, നെറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ എമിഷൻ 0% എത്തിക്കും എന്ന് പറഞ്ഞു. സ്കോപ്പ് 1 ആൻഡ് സ്കോപ്പ് 2 എന്ന്
2045. അതായത് അപ്രോക്സിമേറ്റ്ലി ഇവിടുന്ന് 20 വർഷം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ 2030 ആകുമ്പോൾ അവർ 25% റിഡക്ഷൻ കൊണ്ടുവരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരിക്കും ഓരോന്നും കൊടുക്കുന്നുണ്ടാവും. കണ്ടോ, ഓരോ പർട്ടിക്കുലർ ഇയറിലും അവരെങ്ങനെയായിരിക്കും അവർ ഈ കാർബൺ എമിഷൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ചിലത് 2027 ചിലത് 2026 ചിലത് 2040 15 വർഷം കഴിഞ്ഞിട്ടാണ്, ചിലത് 2030 അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ എങ്ങനെയാണ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്സ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്കറിയാം സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവിടെ പല പല കാര്യങ്ങൾ വരുന്നുണ്ടാവും. എങ്ങനെയാണ് അവർ മെറ്റീരിയാലിറ്റി ഓരോന്നിനെയും കൺസിഡർ ചെയ്തേക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആ ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂസ് അവർ ഓരോന്ന് എങ്ങനെയാണ് മാനേജ് ചെയ്തേക്കുന്നത്, അവിടെയുള്ള കീ പി ഐസ് എന്തൊക്കെയാണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇത് ഓരോന്നും ഈ KPI എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ മെട്രിക്സ്, അത് ഓരോന്നും കാണിച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും റിയൽ ലൈഫിലുള്ള സാധനം കൊടുക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഫയലായിരിക്കും ഇത്. ആക്ച്വലി ഇറ്റ്സ് എ PPT. അപ്പം ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഫയലായിരിക്കും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. നോക്കി, കറപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയാലിറ്റി ഇവർ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്, എയർ പൊല്യൂഷൻ മെറ്റീരിയാലിറ്റി ഇവർ എങ്ങനെയാണ്, വാട്ടറിൻ്റെത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. ഇവിടെ മെറ്റീരിയൽ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു കേട്ടോ, നമ്മുടെ ഓഡിറ്റ് മെറ്റീരിയാലിറ്റി അല്ല. ദെൻ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ഇവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇവർ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസ് ആണ് എടുത്തിട്ടുള്ളത്, ഇത് നോക്കി അവരുടെ KPIs ഓരോന്നും. സോ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ്, അവരുടെ ടാർഗറ്റ് എന്താണ്, ടാർഗറ്റ് ഇയർ എന്താണ്, ദെൻ KPI എന്തൊക്കെയാണ്. അപ്പം ടാർഗറ്റ് ഇയർ കണ്ടോ, മിക്കതും എന്താണ്, ഫോർകാസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഓരോന്നും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതെങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താ സാധനം ചെയ്യാൻ പോകുന്നുള്ള പഠിച്ചോ, മനസ്സിലായോ? Yes, sir. ഓക്കെ. Yes, sir. സോ ലാസ്റ്റ് 30 മിനിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിറ്റിംഗ് ആണോ? അല്ല, അല്ല. ഇത് പ്യൂർലി എന്താണ്, റിപ്പോർട്ടിംഗ് ഭാഗമാണ്. ഇത് ആര് ചെയ്യുന്ന, ഒരു കമ്പനി ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും ടൈം എടുത്ത് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ ഓഡിറ്റ് എന്ന് പറയുന്ന സമയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും എന്താ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ ഓഡിറ്റ് പഠിക്കുന്നതിൽ അർത്ഥമില്ല, മനസ്സിലായോ? അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സമയം എടുത്ത്, ഇറ്റ് ഇസ് യുവർ SBR പോർഷൻ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത്. SBR നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, ഈ പറയുന്ന ടാർഗറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇത്രയും നേരം നമുക്ക് ഡിസ്കസ് ചെയ്തതെന്നുള്ള ടേക്ക് അവേസ് ഇത്രയാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഇത്രയും കാലം, അതായത് കുറച്ചു കാലം മുന്നേ വരെ പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, എല്ലാവരും അവർക്ക് സൗകര്യമുള്ള ഗൈഡ് ലൈൻസ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ വി ഹാവ് എ പ്രോപ്പർ ഗൈഡ് ലൈൻ. ആൻഡ് ഇപ്പോഴും നമ്മൾ പറഞ്ഞു സ്റ്റിൽ ഇറ്റ്സ് ഇൻ ഡെവലപ്മെന്റ് സ്റ്റേജ്. പ്രൊപ്പോസൽസ് പലതും ഉണ്ട്, അതുപോലെ തന്നെ അമെൻമെന്റ്സ് ഇനിയും വരാനുണ്ട്. സോ ഇറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എൻ എൻഗേജ്മെന്റ്. അതായത് നമുക്ക് ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷന്റെ ഓഡിറ്റ് നമുക്ക് ചെയ്യാം. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇറ്റ് വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് ദ ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ഫോർകാസ്റ്റ് ഇൻഫർമേഷൻസ്. അതായിരിക്കും ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനകത്ത് കുറേ ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പല ടേംസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഈ സെയിം ഇഷ്യൂ ആണ് ഓഡിറ്റിംഗിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, മനസ്സിലായോ? അതായത് ഈ CO2 എമിഷൻ, കമ്പനി എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും CO2 ഞങ്ങൾ സേവ് ചെയ്തു എന്ന്. നിങ്ങൾക്ക് പോയിട്ടിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. ഈ സെയിം ഇഷ്യൂ ആണ് ഓഡിറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ സാധനം ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് നമുക്ക് മര്യാദയ്ക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഏറെക്കുറെ എന്തൊക്കെയോ നോക്കി വെക്കാം എന്നല്ല, നമുക്ക് പ്രോപ്പർലി ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതാണ് പ്രൈമറി ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അക്കൗണ്ടന്റിന് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒന്നും ഓഡിറ്റ് ചെയ്യാനുള്ള നോളജ് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പം എയറിൽ എന്തൊക്കെയോ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് പുതുതായിട്ട് അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞേക്കുന്ന റിക്വയർമെന്റ് ആണ്, അക്കൗണ്ടൻസ് തന്നെ ഇത് ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് നോളജ് ഉള്ള ആർക്കും ഇത് ചെക്ക് ചെയ്യാം. അതായത് ഒരു എന്താ പറയുക, ക്വാളിഫൈഡ് ഓഡിറ്റർ തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് നോക്കാനായിട്ടുള്ള എന്താ പറയുക കോമ്പീറ്റൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് പ്രോപ്പർലി ഇത് ഓഡിറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പല ടേംസ് നമുക്ക് നോക്കിയാലും മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. സോ നിങ്ങളോട് തന്നെ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, AAA പഠിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്നു നിങ്ങൾക്ക് SBRന്റെ പഠിത്തത്തിനകത്ത് നിങ്ങൾ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് SBRന്റെ അകത്ത് പഠിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ബേസിസിലാണ്. അപ്പോൾ പ്രോപ്പർലി ശ്രദ്ധിച്ച് കേൾക്കുക. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ജസ്റ്റ് ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ മതി. ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും ആക്ച്വലി നമുക്ക് വേണ്ട.
നമുക്ക് വേണ്ടത് ഈ പറയുന്ന ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അവിടെ എന്തൊക്കെ ഓഡിറ്റ് റിസ്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, കാരണം ഇത് ഡയറക്ട്ലി ആയിരിക്കുമല്ലോ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്തെങ്കിലും നിങ്ങളുടെ റിസ്കിന്റെ ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അസസ് ചെയ്യണമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് ചോദിക്കും ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നതാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ആൻഡ് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് നോർമലി അത് എന്തിനു വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. കാരണം അത് ഇൻവെസ്റ്റേഴ്സിനും പുതിയ പോളിസി മേക്കേഴ്സിനും റെഗുലേറ്റേഴ്സിനൊക്കെ എന്താണ് ഇപ്പോൾ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് മോഡലിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ എങ്ങനെ റേസ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരുന്നു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കമ്പനീസ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് വാല്യൂ ക്രിയേഷനും, രണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും. വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമ്മൾ പറയുകയാണ് കമ്പനിയുടെ ബിസിനസ് മോഡലിലേക്കും സപ്ലൈ ചെയിനിലേക്കും ഒക്കെ ഇത് ബെനിഫിറ്റ്സ് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും കമ്പനീസ് ഓരോന്നും ആളുകളുടെ മേലെയും പ്രോഫിറ്റിന് മേലെയും പ്ലാനറ്റിന് മേലെയും ഒക്കെ എന്ത് ചെയ്യും? ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യും. അത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും പ്രോപ്പർലി ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഉള്ളത്. അതായത് കൂടുതൽ ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ ഏരിയ. നമുക്ക് വേണ്ടത് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പം ഇവിടെയും ജസ്റ്റ് ബ്രീഫായിട്ട് ഇത്രേ പറഞ്ഞു പോകുന്നുള്ളൂ. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കുകൾ കുറേ ഉണ്ട്. അതായത് മജോറിറ്റി ഓഫ് ദിസ് ആർ ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതല്ല, ബട്ട് പ്രിഫറബിളി ദേ വുഡ് ലൈക്ക് ടു ഫോളോ ദിസ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന അതോറിറ്റി ഇഷ്യൂ ചെയ്തേക്കുന്ന ക്ലൈമറ്റ് റിലേറ്റഡ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. OECD, ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തേക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ സസ്റ്റൈനബിലിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം ഈ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻസ് മിക്ക കമ്പനീസും അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താന്നുള്ള കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണേലും ആവാം. അതായത് ക്ലൈമറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ ആവാം, ഒരു കമ്പനി എനർജി എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ആവാം, അങ്ങനെയുള്ള എനർജീസ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആവാം, വാട്ടർ എങ്ങനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടറിലേക്ക് അവർ എത്രത്തോളം വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളതാവാം, എങ്ങനെയാണ് ഈ കമ്പനി ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ റിപ്പോർട്ടിൽ കണ്ടു ബയോഡൈവേഴ്സിറ്റി അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇവരെങ്ങനെയാണ് ലേബർ പ്രാക്ടീസസ് നടത്തുന്നത്, അതായത് എംപ്ലോയീസിന് ഇവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാവാം, കസ്റ്റമേഴ്സിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഇപ്പം ഏതെങ്കിലും ഒരു ഹാംഫുൾ കെമിക്കൽ ഉണ്ട് പ്രൊഡക്ഷൻ്റെ അകത്ത്, അങ്ങനെയാണ് അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മോശമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗറിന്റെ ലെവൽ കൂടുതലാണ് അത് കുറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ ഇക്കണോമിയുടെ മേലെ എന്തെങ്കിലും ഇമ്പാക്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാവാം, മേ ബി കമ്പനി കൂടുതൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവാം ഇന്റൻഷനലി, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ഒരു കമ്പനിക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇത് ഓരോന്ന് കമ്പനി എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നിങ്ങൾ SBI പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എഗെയിൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും കാര്യങ്ങളും വീണ്ടും ട്രിപ്പിളേക്കകത്തുള്ള കാര്യങ്ങളല്ല, SBIലെ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് കമ്പനീസ് പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം ഹിയർ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ട്രിപ്പിളേ പോർഷൻ. ട്രിപ്പിളേക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരാൾ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ ആ ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? സോ ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം?
സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എത്തിക്കൽ റിക്വയർമെന്റ്സ് ആണ്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള ഓഡിറ്റ് ക്ലൈന്റ് ആണ്, നമ്മളോട് ഇപ്പോൾ ഒരു അഡീഷണൽ എൻഗേജ്മെന്റ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്ത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഓഡിറ്റ് ക്ലൈന്റ് ആണ് എന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻഫർമേഷൻ അവിടെ കയറി വരും, അതർ ഇൻഫർമേഷനകത്ത് കയറി വരും, അതായത് ആനുവൽ റിപ്പോർട്ടിൽ കയറി വരും. അപ്പം നമ്മൾ അവർക്ക് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് റിവ്യൂ ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, ഒരു കൺസൾട്ടിങ് എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഓഡിറ്റും കൂടി ചെയ്യുമ്പോൾ എന്ത് ത്രെട്ട് അവിടെ വരാൻ ചാൻസ് ഉള്ളത്? സെൽഫ് റിവ്യൂ ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള എത്തിക്കൽ റിക്വയർമെന്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. വെദർ വി വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം, ഇവർ ഈ പറയുന്ന പോലെ തന്നെ പലതരത്തിലുള്ള സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനി പറയുന്നത് ബയോഡൈവേഴ്സിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഇവരെന്താണോ ചെയ്തു എന്ന് പറയുന്നത് അത് ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രോപ്പർ നോളജ് ഉണ്ടാവണ്ടേ? അതാണ് രണ്ടാമത് പറഞ്ഞത്, കോമ്പീറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് ടീം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബിഫോർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ് റിസോഴ്സ് പാർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളിപ്പം മൾട്ടിപ്പിൾ ക്ലയന്റിന്റെ എൻഗേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് റിസോഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ, ടൈം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഇനി അതേപോലെ തന്നെ നമ്മൾ പറയാണ് അഷുറൻസ് എൻഗേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണോ ആ പ്രീ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. അത് നമ്മൾ താഴെ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാണ്, നമ്മൾ ISA 210 അത് പഠിച്ചിട്ടുള്ള പോലെ തന്നെ പ്രാക്ടീഷണറായ നമ്മളും ക്ലയന്റും തമ്മിൽ ടേംസ് ഓഫ് എൻഗേജ്മെന്റുകൾ ഉണ്ടാവും. ആ ടേംസ് ഓഫ് എൻഗേജ്മെന്റുകളെ കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന്റെ എൻഗേജ്മെന്റ് നമ്മൾ എടുക്കാൻ. അപ്പോൾ മാറ്റേഴ്സ് ടു ബി കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യം വരാം ചിലപ്പം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം 4 കാര്യങ്ങൾ അതിനെ സമ്മറി ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, കോമ്പീറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, പ്രീ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, ടേംസ് ഓഫ് എൻഗേജ്മെന്റിനെ കുറിച്ച് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് രണ്ടുപേർക്കും ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കുക. ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പോൾ ഓഡിറ്റിംഗ് പാർട്ടിയിൽ നമുക്ക് പഠിക്കാനുള്ള ഇതാണ് ഇവിടെ. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ്? ഒന്ന് പറഞ്ഞ എല്ലാവരും 4 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, പിന്നെ കോമ്പീറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, പിന്നെ പ്രീ കണ്ടീഷൻസ്, കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും നോക്കുക പ്രാക്ടീഷണറും ക്ലയന്റും തമ്മിൽ ടേംസിനെ കുറിച്ച്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പ്രീ കണ്ടീഷൻസ് പറഞ്ഞാൽ എന്താണ്? പ്രീ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്രിലിമിനറി ആയിട്ട് പ്രാക്ടീഷണർ എന്താ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം നോക്കണം. ഈ എൻഗേജ്മെന്റിന് സ്കോപ്പ് നോക്കണം, അതായത് എൻഗേജ്മെന്റ് അകത്ത് എന്തൊക്കെ കവർ ചെയ്യുന്നതാണ് ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സെയിം as ദാറ്റ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് നോക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്, ലെവൽ ഓഫ് അഷുറൻസ് ഏതാ കൊടുക്കേണ്ടി വരുന്നത് നോക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾ ചില ഏരിയാസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് അഷുറൻസ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അതായത് ഇപ്പോൾ സോഷ്യൽ റിലേറ്റഡ് ഏരിയയിൽ ചിലപ്പോൾ ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കേണ്ടി വരും. എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഓൾറെഡി അച്ചീവ് ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും? റീസണബിൾ കൊടുക്കേണ്ടി വരും. സെയിം as ദാറ്റ് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിലപ്പോൾ ലിമിറ്റഡ് കൊടുക്കേണ്ടി വരും. റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു ഏരിയയിൽ ചിലപ്പോൾ ലിമിറ്റഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. അതായത് ലെവൽ ഓഫ് അഷുറൻസ് ഇവർ ഏത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇവരൊരു സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മൾ പറഞ്ഞ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇവർക്ക് ഫോളോ ചെയ്യാൻ, അതിൽ ഏത് വേണേലും ഫോളോ ചെയ്യാം. ചിലപ്പോൾ ഇവരൊന്നും ഫോളോ ചെയ്യാതെ കമ്പനിക്ക് സൗകര്യമുള്ള ഒരു രീതിയിലായിരിക്കും അവർ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കമ്പനിയുടേതായ ഇഷ്ടമുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് പ്രോപ്പർലി ഒരു ക്രൈറ്റീരിയ ഇല്ലാണ്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾ എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാമെന്ന്. അതായത് ഓഡിറ്റ് ആണെങ്കിൽ IFRS പ്രകാരമാണോ ചെയ്യുന്നതെന്നുള്ളത് നോക്കണം എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പം ആ സെയിം ഇഷ്യൂ ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞ് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ഇവിടെ, ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് നോക്കേണ്ടി വരും. കാരണം എന്താ, ക്രൈറ്റീരിയ ഉണ്ടെങ്കിലേ ക്രൈറ്റീരിയ പ്രകാരം തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കണം ഇവിടെ സസ്റ്റൈനബിൾ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള സ്കോപ്പ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്താണ്. സ്കോപ്പ് നമുക്ക് എക്സ്പെക്ടേഷന്റെ പ്രകാരം തന്നെ നിർത്താൻ പറ്റുന്നതാണോ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര വലിയ സ്കോപ്പ്, നമുക്ക് അത്രയും വർക്ക് ചെയ്ത് എത്താൻ പറ്റൂല, എൻഗേജ്മെന്റ് എടുക്കണ്ട.
അതുപോലെ തന്നെ നമ്മൾ നോക്കണം എങ്ങനെയാണ് ഇവർ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് ഓരോന്നും പ്രസന്റ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് നോക്കണ്ടേ അത് നോക്കുക. അതായത് എന്തൊക്കെ ഇവന്റ്സും ട്രാൻസാക്ഷൻസും കണ്ടീഷൻസ് ഒക്കെ ആണുള്ളത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എൻഗേജ്മെന്റ് എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രീ കണ്ടീഷൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാം, ലെവൽ ഓഫ് അഷുറൻസ് ഏതാ കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കണം, ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക, ഇവരെങ്ങനെയാണ് സ്കോപ്പ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക, സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഇവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത് നോക്കുക, വേറെ എന്തെങ്കിലും ബേസ്ഡ് ഓൺ ദി സിനാരിയോ റെലവെന്റ് ആയിട്ട് നോക്കാനുണ്ടെങ്കിൽ അതും നോക്കുക. ക്ലിയർ ആയോ? സർ യെസ് ഡാ. സർ അപ്പോ ഈ ലെവൽ ഓഫ് അഷുറൻസ് എന്ന് പറയുമ്പോൾ റീസണബിളും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല നോ, കാരണം ഇൻ എവറി കേസ്. ഇപ്പം നമ്മൾ ആ ഓൾറെഡി ഉള്ള ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ ആണ്, എവിഡൻസ് അവൈലബിൾ ആണെങ്കിൽ റീസണബിൾ കൊടുക്കാം. ആ ഓക്കെ സർ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇവര് പറയുന്ന എൻഗേജ്മെന്റിൽ ഏത് അഷുറൻസാ കൊടുക്കുന്നുള്ളത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യണം എന്ന് മനസ്സിലായോ? ആ ഓക്കെ കാരണം എന്താ, സർ. ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഇപ്പൊ നമ്മൾ ടാറ്റയുടെ കണ്ടില്ലേ, ഇപ്പൊ 2045 ഇവർ ഇന്നത് അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആ നമ്മളോട് റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറഞ്ഞു. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, എൻഗേജ്മെന്റ് എടുക്കണ്ട. മനസ്സിലായോ? ആ ഓക്കെ സർ. ഓക്കെ. ഇനി എലമെന്റ്സ് ഓഫ് അഷുറൻസ് റിപ്പോർട്ട്, ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമലി എലമെന്റ്സ് ഓഫ് അഷുറൻസ് റിപ്പോർട്ടിന്റെ നമ്മൾ പറഞ്ഞിരുന്നു 5 എലമെന്റ്സ്. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? ആ, 3 പാർട്ടി റിലേഷൻഷിപ്പ്, സബ്ജക്ട് മാറ്റർ, ക്രൈറ്റീരിയ ഉണ്ടാവും, അഷുറൻസ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും, എവിഡൻസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുക, ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ മീറ്റ് ചെയ്യുമെന്ന് നോക്കുക. അങ്ങനെ മീറ്റ് ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, ഒരു അഷുറൻസ് എൻഗേജ്മെന്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് മേലെ അഷുറൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന രീതി മാറും. അതായത് ലിറ്ററലി ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ കൺസൾട്ടേഷൻ എൻഗേജ്മെന്റ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള 5 ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അതായത് ഒരു 3 പാർട്ടി റിലേഷൻഷിപ്പ് വേണം, അതേപോലെ തന്നെ അവിടെ ഒരു സബ്ജക്ട് മാറ്റർ വേണം, ദെൻ ഒരു പ്രോപ്പർ ക്രൈറ്റീരിയ ഉണ്ടാവണം. അതുമല്ല എന്നുണ്ടെങ്കിൽ അതുമല്ല എന്നല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് എവിഡൻസുകൾ കിട്ടണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എൻ അഷുറൻസ് എൻഗേജ്മെന്റ്. അല്ലെങ്കിൽ അതെന്ത് മാത്രമായിരിക്കും, കൺസൾട്ടേറ്റീവ് എൻഗേജ്മെന്റ് ആയിരിക്കും. അതായത് എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് എന്താണോ അവർ നമ്മളോട് ചെയ്യാൻ പറയുന്നത് അത് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് കൺക്ലൂഷനുകളൊന്നും അവിടെ റീച്ച് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. ദെൻ നമ്മൾ എന്തൊക്കെ റിസ്കുകളാണ് നോർമലി ഓഡിറ്റിന് സമയത്ത് കാണാറുള്ളത്. അപ്പോൾ നിങ്ങളോട് സിനാരിയോയിൽ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്തെങ്കിലും തന്നിട്ട് റിസ്ക് അസസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫുള്ളി അതിനെ ബേസ് ചെയ്ത് ചോദിക്കില്ല. ബട്ട് സ്റ്റിൽ സിനാരിയോക്കകത്ത് എവിടെയും ഒരു ചെറിയ പോർഷൻ തന്നെ കാണും. അപ്പോൾ റിസ്കുകൾ എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ളത് അസസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് തന്നേക്കുന്ന കാര്യങ്ങൾ ഇത് ഒന്ന് നോക്കി നോക്കി എന്തൊക്കെ റിസ്കുകളാണ് വരിക എന്ന്. അതായത് കമ്പനി ഏതെങ്കിലും ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് വരാം, ഇറ്റ്സ് എ ബിസിനസ് റിസ്ക്. അറ്റ് ദ സെയിം ടൈം മോർ റിസ്ക് അവിടെ വരില്ലേ, നോൺ കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ എന്തായിരിക്കും, പെനാൽറ്റി ആൻഡ് ഫൈൻ വരും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ റിസ്ക് ഓഫ് കംപ്ലൈൻസ് കോസ്റ്റ് അറൈസിങ്. കംപ്ലൈൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റിസ്ക് വരിക, ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നോൺ കംപ്ലൈൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ആൻഡ് ഫൈൻ ആയിരിക്കും. കംപ്ലൈൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കംപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടിട്ട് ഇൻകർ ആവുന്ന കോസ്റ്റ്. അതെന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? രണ്ടും വരാം. ശരിയല്ലേ? അതായത് ഇപ്പം ഒരു പുതിയ ലോ ആൻഡ് റെഗുലേഷൻ വന്നു, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മാറ്റാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ എമിഷൻ കുറച്ചിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ പുതിയ മെഷീനറീസ് ഒക്കെ വാങ്ങി വെക്കേണ്ടി വരും. അപ്പൊ അവിടെ എന്ത് വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, കംപ്ലയൻസിന് വേണ്ടിയിട്ട് എങ്ങനെ കംപ്ലൈ ചെയ്യണം നമുക്കറിയില്ല, നമ്മുടെ ഒരു എക്സ്പെർട്ടിനെ അപ്പോയിന്റ് ചെയ്തു, എക്സ്പെർട്ട് നമുക്ക് ട്രെയിനിങ് തന്നു. അപ്പൊ അവിടെ വരുന്നത് എന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചർ വരാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരാം, ഏത് വേണമെങ്കിലും വരാം. അപ്പം അത് ചിലപ്പോൾ ഇവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരെ കാണിച്ചിട്ടുണ്ടാവില്ല അപ്രോപ്രിയറ്റ്ലി. അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാം, അല്ലേ? ഓക്കെ. ഇനി അതുപോലെ തന്നെ കസ്റ്റമർ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കസ്റ്റമർ പ്രിഫറൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് ഉണ്ട് അവിടെ, അല്ലേ? അറ്റ് ദ സെയിം ടൈം ഓഡിറ്റ് റിസ്ക് ഉണ്ട്. കസ്റ്റമർ പ്രിഫറൻസ് മാറി കഴിഞ്ഞാൽ എന്തായിരിക്കും ഓഡിറ്റ് റിസ്ക് വരിക, ഇൻവെന്ററി ഒബ്സലേറ്റ് ആവും, ഇൻവെന്ററി ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NAV നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ഓവർ ചെയ്യേണ്ടി വരും. റിസ്ക് എന്തായിരിക്കും, ചെയ്തിട്ടുണ്ടാവില്ല. ശരിയല്ലേ? പിന്നെ ജനറൽ ആയിട്ട് ഇപ്പൊ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം റീസ്റ്റോറേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വേണ്ടിയിട്ട് ചിലപ്പോൾ ലീഗൽ ആക്ഷൻ കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്, അത് പോസിബിൾ ആണെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടിജൻ ലയബിലിറ്റി കാണിക്കേണ്ടതായിട്ട് വരും. പെനാൽറ്റി ആൻഡ് ഫൈൻ ഇമ്പോസ് ചെയ്തു പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അക്രൂവൽസ് കാണിക്കേണ്ടി വരും, അതായത് ആക്ച്വൽ ലയബിലിറ്റീസ്.
അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റ് കണ്ടാമിനേറ്റഡ് ആയി അതിന്റെ തൊട്ടടുത്ത മെഷീനറി ഇരിക്കുന്നത്, ഏതായിരിക്കും ട്രീറ്റ്മെന്റ് വരിക? അതായത് നമ്മുടെ മെഷീനറി ഇരിക്കുന്നതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പോയി, നശിച്ചു പോയി. ഇമ്പയർമെന്റ്. ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് ഉണ്ടാവാം അല്ലേ? അതേപോലെ തന്നെ ഇപ്പം ക്ലീനപ്പ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ആവാം. ഇപ്പം നമ്മുടെ കമ്പനി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പൊല്യൂഷൻ എമിറ്റ് ചെയ്തു, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അവിടെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള എക്സോസിസ്റ്റ് ഒക്കെ വെക്കേണ്ടി വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. അല്ലെങ്കിൽ എന്ത് വരും, ക്ലീനപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിനെ വിളിച്ച് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, ഇപ്പം എന്ത് വരും, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് വരും. ചിലപ്പോൾ പ്രൊഡക്റ്റ് മൊത്തം നമ്മൾ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വരാം. ആൻഡ് അൾട്ടിമേറ്റ്ലി വെരി ബാഡ് കേസ് കമ്പനിയുടെ ഗോയിങ് കൺസേൺ തന്നെ ഇമ്പാക്റ്റഡ് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള കോമൺ റിസ്കുകളൊക്കെ ആയിരിക്കും ഈ സസ്റ്റൈനബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരിക. മനസ്സിലായോ? അപ്പം ലോജിക്കലി നിങ്ങൾ സിനാരിയോക്കകത്ത് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ എപ്പോഴും കാണാറുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് റിസ്ക് നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഇത് ഓരോന്നും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അവരൊന്നും കൂടി എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അഗൈൻ ഇറ്റ്സ് റിലേറ്റിംഗ് ടു SBR, അതായത് IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ ഇമ്പാക്ട് വരും എന്നാണ് പറഞ്ഞേക്കുന്നത് എൻവയോൺമെന്റൽ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. IAS2 ഇൻവെന്ററി എഫക്റ്റഡ് ആവൂലേ? കാരണം എന്താ, കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ റെസിജ്വൽ വാല്യൂലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇപ്പം അതൊക്കെ ഒബ്സലേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ IAS2 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, അത് റൈറ്റ് ഓഫ് ചെയ്യണം. അതവർ ചെയ്തിട്ടുണ്ടാവില്ല. IAS8 നമ്മൾ പറഞ്ഞേക്കാണ് ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ട്രാൻസ്പെറന്റ് പ്രസന്റേഷന് വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓരോന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കണം. എൻറ്റിറ്റി അക്കൗണ്ടിങ് പോളിസിയുടെ ഭാഗമായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം കാണിച്ചിട്ടുണ്ടാവില്ല. ഇവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എൻവയോൺമെന്റൽ ഇഷ്യൂ എന്തെങ്കിലും കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്തായിരിക്കും, നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആയിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. ഇൻകം ടാക്സ് അവർ പറയാണ് കമ്പനിക്ക് ഒരു എൻവയോൺമെന്റൽ അസറ്റ് ഉണ്ട്, അപ്പം ആ അസറ്റിന്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് ക്യാരിങ് വാല്യൂവിനെക്കാളും കുറവാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് ദി ക്യാരിങ് വാല്യൂ ഓഫ് ദി അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ടാക്സ് ബേസ്, ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. ഇനി PPയുടെ കേസ് അവർ പറഞ്ഞേക്കാണ്, നമ്മൾ PPയുടെ കേസ് പഠിച്ചിട്ടില്ലേ, കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ട് അത് കാണിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇനീഷ്യൽ റെക്കഗ്നേഷൻ ഓഫ് അസറ്റ്സ് ചെയ്യുന്ന സമയത്ത് പ്രസന്റ് വാല്യൂ ഓഫ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എടുക്കണം. ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ദ ക്യാപിറ്റലൈസേഷൻ വാല്യൂ ഓഫ് അസറ്റ്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, അൺവൈൻഡ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. ദെൻ അവർ പറയുന്നത് ഗവൺമെന്റ് ഗ്രാന്റ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഗ്രാന്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ലയബിലിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. ഇനി അവർ പറയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഡയറക്ട്ലി കമ്പനിയുടെ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ഇമ്പയർമെന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. കമ്പനി ഇമ്പയർമെന്റ് റിവ്യൂ നടത്തണം, ചെയ്തിട്ടുണ്ടാവില്ല. IAS37 അവർ പറഞ്ഞേക്കാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് പലപ്പോഴും എന്ത് സംഭവിക്കും, വിൽ ഗീവ് റൈസ് ടു കണ്ടിജന്റ് ലയബിലിറ്റി. അതേപോലെ തന്നെ ഡാമേജസ് ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. IAS38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അലവൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, അത് ഇമ്പയർമെന്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവണം. അതേപോലെ തന്നെ ബിസിനസ് കോമ്പിനേഷൻ സമയത്ത് നമ്മൾ അക്യൂർ ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടിജന്റ് ലയബിലിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് അക്വിസിഷൻ സമയത്ത് റെക്കഗ്നൈസ് ചെയ്യണം, അത് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസസ് ആണ് പറഞ്ഞേക്കുന്നത്. അതായത് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സിൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. And again, these are just examples. Clear ആയോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞേടാ, നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി ഇൻഫോർമേഷൻസ് ഓരോന്നും കൺസിഡർ ചെയ്യുക. അതേ സ്ഥാനത്ത് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഇത് അഫക്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഇൻഫോർമേഷൻ തന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി പറഞ്ഞേക്കുന്ന നോക്കിയേ, മെഷർമെന്റ് ഇഷ്യൂസ്. ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ഓൾറെഡി. മെഷർമെന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനീസും ലിസ്റ്റഡ് ആയി കഴിഞ്ഞ ശേഷം അവർ ഈ ESG ഇൻഫർമേഷൻസ് ഓരോന്നും എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ അവർ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് തന്നെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിനെ ഞാൻ കാണിച്ച ആനുവൽ റിപ്പോർട്ട് അല്ല, അവർ സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ആനുവൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ അത് എന്ത് ചെയ്യും, സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ട് തന്നെ കൊടുക്കും. ഇവിടെയുള്ള മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, പല ഇൻഫർമേഷൻസും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് മെഷർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറ്റൂല. അപ്പം മെഷർമെന്റ് കറക്റ്റ് ആവില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ പ്രോബ്ലം. അതാ പറഞ്ഞേക്കുന്നുണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എത്രയാണുള്ളത്, ഇപ്പം ഇവർ ഓയിൽ കൺസ്യൂം ചെയ്തതിനനുസരിച്ച് എത്ര കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ നടത്തി, അപ്പൊ അത് കമ്പനിയുടെ മിഷനെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കാം.
അതേപോലെ തന്നെ കമ്പനി എത്ര മണിക്കൂർ മെഷീൻ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ഈ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടാവും, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിലും ആയിരിക്കില്ല ഇത് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ്, ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സും KPIs അവരുടേതായ രീതിയിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്യൂസ് വരും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് തന്നേക്കുന്നുണ്ടോ? ഇപ്പം എനർജി, ചിലർ എനർജി കൺസംഷൻ മാത്രമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, ചിലർ എനർജി സേവ് ഡ്യൂ ടു ദി ഇംപ്ലിമെന്റഡ് ഇംപ്രൂവ്മെന്റ്സ് എന്നായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, ചിലർ റോ മെറ്റീരിയൽ യൂസേജ് ആയിരിക്കും കാണിക്കുക, ചിലർ പെർസെൻറ്റേജ് ഓഫ് നോൺ റിവ്യൂവബിൾ മെറ്റീരിയൽ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, ചിലർ വാട്ടർ കൺസംഷൻ ആയിരിക്കും കാണിക്കുക, ചിലർ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റീയൂസ്ഡ് ആയിരിക്കും കാണിക്കുക. ഇങ്ങനെയുള്ള പലരും പല രീതിയിലുള്ളതായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ പറയാണ്, ഇത് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അവിടെയുള്ള റിപ്പോർട്ടിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാണ്, ഇവിടെ അഷുറൻസ് പ്രൊവൈഡേഴ്സ് ആണ് പലപ്പോഴും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ഈ ഇൻഫർമേഷൻ ബയാസ്ഡ് ആവാനുള്ള ചാൻസും ഭയങ്കര ഹൈ ആണ്. കാരണം KPIs ഈസിലി ക്വാണ്ടിഫയബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പം എമിഷൻ എത്രയാണോ നടത്തിയത് അത്രയും എമിഷൻ നടത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇവരത് കുറച്ച് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻസും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം ഓഡിറ്റ് ചെയ്യാത്ത ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇവർ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ പറഞ്ഞേക്കുന്ന ഈ സേവിങ്സ് എത്രയാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പ്രോബ്ലംസ്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ബയാസ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഫർമേഷൻസ് ഇവർ പലപ്പോഴും ഇന്റൻഷനലി തന്നെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കും. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നോൺ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് അവിടെ വരുന്ന റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് എന്ന് പറയാം. ഇനി ഏറ്റവും കൂടുതലായിട്ട് കയറി വരുന്നൊരു റിപ്പോർട്ടിംഗ് ഇഷ്യൂ ആണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. എന്താ ഗ്രീൻ വാഷിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? false information. ഫോൾസ് ഇൻഫർമേഷൻ ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിൻഡോ ഡ്രസ്സിംഗ് ആൻഡ് ഗ്രീൻ വാഷിംഗ്? വിൻഡോ ഡ്രസ്സിംഗ് പഠിച്ചിട്ടില്ലേ നമ്മൾ നേരത്തെ തൊട്ട്? Addressing financial statements നെ ഇതാക്കി കാണിക്കുന്നത്. ഇതിനെ ആ അതെ അതെ. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ഇവരെന്ത് ചെയ്യും, മിസ്ക്ലാസിഫൈ ചെയ്ത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേമിൽ നിന്ന് തന്നെ നിങ്ങൾ ഓർത്താൽ മതി, ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കും, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിനെ ആയിരിക്കും. അപ്പം സസ്റ്റൈനബിലിറ്റി ഗോൾസ് കമ്പനി എങ്ങനെയാണോ അച്ചീവ് ചെയ്തത്, അച്ചീവ് ചെയ്യാത്ത സാധനങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. മനസ്സിലായോ? അത് പറഞ്ഞേക്കുന്നത്, ദിസ് പ്രാക്ടീസ് ഇൻവോൾവ് മിസ്ലീഡിംഗ് intended users of the information or intentionally giving false impression about how well organization or an investment is aligned with sustainability goals. അതായത് ഒരു കമ്പനി എത്രത്തോളമാണ് സസ്റ്റൈനബിലിറ്റി ഗോൾസ് അലൈൻ ചെയ്തു എന്നുള്ളത് ആ രീതിയിലല്ലാതെ ഭയങ്കരമായ രീതിയിൽ അവരുടെ പെർഫോമൻസ് കൂട്ടിക്കാണിക്കുന്നതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു 1500 ചെടി ഉണ്ടായിരുന്നു, ഒരു 1500 പ്ലാന്റ് ഉണ്ടായിരുന്നു, ലിവിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കമ്പനി വന്ന് ഇത് ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ടാണ് അവിടെ 2 വലിയ ടവർ പണിത്, ഫ്ലാറ്റ് പണിത്. എന്നിട്ട് അതിന്റെ ചുറ്റും ഒരു 100 ചെടി വെച്ചു. എന്നിട്ട് കമ്പനി പറയുന്നത് കംപ്ലീറ്റ്ലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്ട് ആണ്, ബിൽഡിങ്ങിലൊക്കെ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ഫ്ലോർസിലും ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഇത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് കമ്പനി ഒരു 10 വർഷം പഴക്കമുള്ള ഒരു ജനറേറ്ററും കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ എക്സോസ് പൈപ്പും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യം, ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. അതായത് കമ്പനി എന്തല്ല, സസ്റ്റൈനബിളി ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ പറയുന്ന അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ദിസ് ഈസ് വൺ ഓഫ് ദി ഇഷ്യൂ. കാരണം എന്താ, ഇറ്റ്സ് ആൻ ഇന്റൻഷണൽ ഫ്രോഡ്. കാരണം കമ്പനി ഇന്റൻഷനലി മനഃപൂർവ്വം intended യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. സോ ഗ്രീൻ വാഷിംഗ് ഈസ് എ മേജർ ഇഷ്യൂ ദാറ്റ് ദ ഓഡിറ്റേഴ്സ് വിൽ ഫേസ് വൈൽ ഓഡിറ്റിംഗ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. നമ്മൾ മാരകമായ കാര്യങ്ങളൊന്നും ആക്ച്വലി പറഞ്ഞിട്ടില്ല. ഓഡിറ്റിംഗ് ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്തൊക്കെയായിരുന്നു? ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞു? എത്തിക്കൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്യുന്നുള്ളത് നോക്കണം, കോമ്പിറ്റൻസി കേപ്പബിലിറ്റി നമുക്കുണ്ടോ എന്ന് നോക്കുക, പ്രീ കണ്ടീഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക,
ഓഡിറ്ററായി നമുക്കും അതുപോലെ തന്നെ മാനേജ്മെന്റിനും തമ്മിൽ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നോക്കുക ടേംസിനെ കുറിച്ച്. ദെൻ പ്രീ കണ്ടീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം? ലെവൽ ഓഫ് അഷുറൻസ് എന്താ കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുക. സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. അഷുറൻസ് എൻഗേജ്മെന്റിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കുക. ഇവർ ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ നമ്മൾ പറഞ്ഞു അഷുറൻസ് എൻഗേജ്മെന്റ് എലമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ? കൺസൾട്ടിങ് എൻഗേജ്മെന്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ദെൻ നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റിസ്കുകളുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു കമ്പനി ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, കംപ്ലൈൻസ് കോസ്റ്റുകൾ കാണിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ കുറച്ച് കോമൺ എക്സാമ്പിൾസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഷർമെന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആനുവൽ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ കൊടുക്കാം. അവിടെ എല്ലാ ഇൻഫർമേഷൻസും ക്വാണ്ടിഫയബിൾ ആയിരിക്കില്ല, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം കമ്പനീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, കമ്പാരിറ്റീവ്സ് ബിൽഡ് ചെയ്യാനും പാടാണ്. ദെൻ റിപ്പോർട്ടിംഗ് ഇഷ്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻഫർമേഷൻ ബയാസ്ഡ് ആവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് ഈസിലി മിസ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ പറഞ്ഞു ഓഡിറ്റിങ്ങിനകത്ത് നമ്മൾ എല്ലാ ഏരിയാസും ഓഡിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഇൻഫർമേഷൻസ് നമുക്ക് പ്രോപ്പർലി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ പറഞ്ഞു കമ്പനീസ് ഇന്റൻഷ്യലി ഫ്രോഡ് ചെയ്യുന്നുണ്ടാവും, അതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. വേ ബൈ കമ്പനീസ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻസ് അവർ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കും. വേ ബൈ അവർ കൂടുതൽ കമ്പനീനെ അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കും, സസ്റ്റൈനബിൾ ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും. ഇതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി പ്രൊസീജിയർ ആണ് പറഞ്ഞേക്കുന്നത്, അതായത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന്, പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി, ഇവിടെ പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. ഇൻ അക്കോർഡൻസ് വിത്ത് ISA 3000, അതായത് ISA 3000 കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ്. അത് പ്രകാരമാണ് നമ്മൾ പല ടൈപ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതെല്ലാം പണ്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ് തന്നെ ആയിരിക്കും ഇവിടെയും കംപ്ലൈ ചെയ്യുന്നുണ്ടാവുക. വിച്ച് മീൻസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ടില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ടിനെയും യൂസ് ചെയ്യാം. ദെൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യണം. മെറ്റീരിയൽ മിസ്റ്റേക്സ് ഓരോന്നും കണ്ടുപിടിക്കാൻ. ഇവിടെ നിങ്ങളോട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മെറ്റീരിയാലിറ്റി നിങ്ങൾ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യണം. വിൽ കോൾ ഇറ്റ് ആസ് ഡബിൾ മെറ്റീരിയാലിറ്റി. ഡബിൾ മെറ്റീരിയാലിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇമ്പാക്ട് മെറ്റീരിയാലിറ്റിയും ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റിയും. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇമ്പാക്ട് മെറ്റീരിയാലിറ്റിയും ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റി. ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനീനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അതായത് ഒരു പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ് കമ്പനീനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, കമ്പനിയുടെ FSനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, FSന്റെ യൂസേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റി എന്ന് പറയാം. അതായത് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെ. ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി എങ്ങനെ ബാക്കിയുള്ളതിനെ എഫക്ട് ചെയ്യുന്നു, അതായത് കമ്പനി എങ്ങനെ കമ്പനിയുടെ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചു തന്നെ ഇതുണ്ട്. ഇവിടെ ഓരോന്നിന്റെ മെറ്റീരിയാലിറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? അതായത് കമ്മ്യൂണിറ്റി റിലേഷൻസ്, മെറ്റീരിയൽ ഇഷ്യൂ, അതായത് കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഓരോന്നും എങ്ങനെയാണ് കമ്പനിയുടെ ഓർഗനൈസേഷന്റെ അടുത്തുള്ള ആളുകളെ അഫക്ട് ചെയ്യാൻ പോകുന്നത്. വാട്ടർ എങ്ങനെയാണ് ഇതൊരു മെറ്റീരിയൽ ഇഷ്യൂ ആകുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? TM focuses on water conservation and efficient management practices. We aim to reduce water usage and promote sustainability. അപ്പം വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് മെറ്റീരിയൽ ആവുന്നത്? ഇവർ പറയാണ് വാട്ടർ എന്ന് പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ റിസ്കുകളുണ്ട്. എന്തൊക്കെയാ? വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റെഗുലേറ്ററി കംപ്ലൈൻസ് വരും. ഓപ്പർച്യൂണിറ്റി എന്താ? നമുക്ക് വാട്ടർ കൺസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും, അതുവഴി ഇംപ്രൂവ്ഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് കൊണ്ടുവരാൻ പറ്റും. കമ്പനി ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? കമ്പനി വാട്ടർ കൺസർവേഷൻ നടത്തും, എഫിഷ്യൻറ്റ് വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ് കൊണ്ടുവരും, അതുവഴി വാട്ടർ യൂസേജ് കുറയ്ക്കും, സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി എന്ന് പറയുക. അതായത് ഒരു കമ്പനി എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നതാണ് ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി. ഇപ്പം എയർ പൊല്യൂഷൻ്റെ ഇവർ പറഞ്ഞേക്കുന്നുണ്ടോ? എയർ പൊല്യൂഷൻ്റെ ഇവർ പറഞ്ഞേക്കുന്നത് എന്താ? ഇവർ പറയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഇമ്പാക്ട്സ് കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്താ? ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് നമുക്കത് കുറയ്ക്കാൻ പറ്റും. ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ഇവർ എയർ പൊല്യൂഷൻ കുറയ്ക്കും ത്രൂ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ആൻഡ് പ്രാക്ടീസസ്. അങ്ങനെ എയർ ക്വാളിറ്റി കൂട്ടും, റെഗുലേഷൻസുമായിട്ട് കംപ്ലൈ ചെയ്യും. അപ്പം ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക.
ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റിയിൽ വരിക. അതായത് ഇപ്പം എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പുതിയ മിഷനറി കൊണ്ടുവന്നു. ആ മിഷനറി എഫ്എസിനെ സംബന്ധിച്ച മെറ്റീരിയൽ ആണോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ മിഷനറിയുടെ വാല്യൂ കൺസിഡർ ചെയ്യും. അതാണ് ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റി. ഇതെങ്ങനെ നമ്മുടെ സൊസൈറ്റീനെ ബെനിഫിറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. അപ്പം ഇതിനെയാണ് ഡബിൾ മെറ്റീരിയാലിറ്റി എന്ന് പറയാം. അപ്പം നമ്മളിവിടെ ഡബിൾ മെറ്റീരിയാലിറ്റി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അതായത് ഓരോ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസും എങ്ങനെയാണ് ഫിനാൻഷ്യലി യൂസേഴ്സിനെ അഫക്ട് ചെയ്യുന്നതെന്നുള്ളത് പറയും. ഓരോ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇൻഫർമേഷനും കമ്പനി എങ്ങനെയാണ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടാവും. സോ വി നീഡ് ടു കൺസിഡർ ബോത്ത് ഓഫ് ദിസ്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ്. അതായത് പ്രൊസീജിയർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബൈഹേർട്ട് പഠിക്കാൻ പറ്റൂല, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ പറഞ്ഞേക്കാണ് ഒരു ഹോട്ടൽ ചെയിന്, okay, I will read it. A hotel chain discloses its water conservation efforts and energy usage reduction in its sustainability report, highlighting initiatives such as low flow shower heads, solar panel, and waste reduction program. Design the principal procedures to be performed on this sustainability information. നിങ്ങളോട് പറയാണ് ഒരു ഹോട്ടൽ ചെയിന് വാട്ടർ കൺസർവേഷൻ എഫോർട്സിന് വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ എന്തൊക്കെ ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഷവർ ഹെഡ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വാഷ്റൂമിലൊക്കെ ഉള്ള ഷവർ ഹെഡ് ഉണ്ടല്ലോ. സോ ആ ഷവർ ഹെഡ് ഇവരെന്ത് ചെയ്തു? ലോ ഫ്ലോ ഷവർ ഹെഡ് ആക്കി. അതായത് അതിൻ്റെ അകത്ത് വെള്ളം വരുന്ന അളവ് കുറവുള്ള ഷവർ ഹെഡ്സ് ആക്കി. അവർ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തു. ദെൻ വേസ്റ്റ് റിഡക്ഷൻ പ്രോഗ്രാംസും കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇത് കൺഫേം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ലോജിക്കലി ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. അപ്പൊ അവർ പറഞ്ഞേക്കാൻ നോക്കിയേ, ഫസ്റ്റ് റിവ്യൂ ഫൈൻ ആൻഡ് പെനാൽറ്റി. അതായത് ഫൈൻ ആൻഡ് പെനാൽറ്റി എന്തെങ്കിലും ഇവർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇവർ പറഞ്ഞ പോലെ തന്നെ വാട്ടർ റിഡക്ഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടെങ്കിൽ കമ്പനിക്ക് അഗൈൻസ്റ്റ് റെഗുലേറ്ററി ആക്ഷൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ പറയുന്ന കംപ്ലൈൻസ് ഒക്കെ ഇവർ ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന്. ദെൻ ലീഗൽ എക്സ്പെൻസസും അതിൻ്റെ ഡോക്യുമെന്റേഷൻസ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാ? ഇവർ ഓൾറെഡി ശരിക്കും ഇതിൻ്റെ എന്തെങ്കിലും ബ്രീച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ് ഇവർ പേ ചെയ്തിട്ടുണ്ടാവും. അതുണ്ടോ എന്ന് അറിയാനായിട്ട്. ദെൻ അസസ്മെന്റ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിസോഴ്സ് ആൻഡ് സേവിങ്സ്. അതായത് കമ്പനിയായിട്ട് എൻക്വയറി ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്രത്തോളമാണ് ഫിനാൻഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇവർക്കുണ്ടായത്. സോ ഇവർ ശരിക്കും ഈ എക്സ്പെൻസ് ഇൻകർ ആയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും മീഡിയ റിപ്പോർട്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മീഡിയ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ പ്രസ് കവറേജ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, ഈ പറയുന്ന ക്ലെയിംസ് ഇവർ ശരിക്കും ചെയ്തിട്ടുള്ളതാണെന്ന് കൺഫേം ചെയ്യാൻ. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ വാട്ടറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? വെള്ളത്തിന് ബില്ല് കുറയും, വാട്ടർ ബില്ല് കുറയും. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലിറ്റി കോസ്റ്റുകൾ. യൂട്ടിലിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ. യൂട്ടിലിറ്റി കോസ്റ്റിന്റെ അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യാം. കറണ്ട് ഇയർ വാട്ടർ ബില്ലും പ്രീവിയസ് ഇയർ വാട്ടർ ബില്ലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. സോ അതിൻ്റെ അത് റിഡക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ ഈ പറഞ്ഞ ഷവർ ഹെഡും കാര്യങ്ങളൊക്കെ മാറ്റും എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഫിസിക്കലി അവിടെ പോയിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ISO സർട്ടിഫിക്കേഷൻ പോലുള്ള അതോറിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരെന്തെങ്കിലുമൊക്കെ കൺസർവേഷൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാം. ഇവരുടെ വാട്ടർ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ള അറിയാനായിട്ട് എംപ്ലോയീസ് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, അല്ലെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ ചിലവ് എങ്ങനെയാണെന്ന് പറയാൻ വാട്ടർ മീറ്റർ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള മീറ്റേഴ്സ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതാ പറഞ്ഞേ, നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേ പറഞ്ഞേ, ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യൂർലി എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ അവരെന്താണ് വെച്ചേക്കുന്ന പെർഫോമൻസ് മെഷർ നോക്കുക. ആ പെർഫോമൻസ് മെഷർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ കണ്ടിൻ സ്കൈ, ന്യൂമാൻ, മൂസ്ബുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള KPIs ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. കാരണം സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതെന്താണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആയിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ ചെയ്ത രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് സർ. ഓക്കെ. ഇനി എവിഡൻസ് ഇവാലുവേഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പണ്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ടാറ്റ മോട്ടോഴ്സിന്റെ ഇവിടെ റിപ്പോർട്ട് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞാണ് പ്രസന്റ് ഇൻഫർമേഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞേക്കാൻ നോക്കിയാൽ കൂടുതലും ഇവരുടെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2045, 2030, 2040 ഒക്കെയാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കാണ് സെയിം കാര്യം. മിക്കപ്പോഴും സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. വിച്ച് മീൻസ്
ഫ്യൂച്ചർ പ്ലാൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ ഒന്നെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്തായിരിക്കും, PFI എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? Projection and different ഒന്നെങ്കിൽ പ്രൊജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഫോർകാസ്റ്റ് ആയിരിക്കും. Forecast. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? best estimate ബെസ്റ്റ് and എസ്റ്റിമേറ്റ് ആയിരിക്കും. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലോ Hypothetical. ഹൈപ്പോത്തറ്റിക്കൽ അസംപ്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും, ബേസിക്കലി എസ്റ്റിമേറ്റ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഒന്നെങ്കിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻഫർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിലോ ഹൈപ്പോത്തറ്റിക്കൽ അസംഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, മാനേജ്മെന്റ് ബയസ് ഉണ്ടാവും, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ് എവിഡൻസ് ഇവിടെ കിട്ടുമോ? ഇല്ല. 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 ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻ ആണ്, നമുക്ക് എവിഡൻസ് കിട്ടുമോ? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കടാ. ഇവിടെ പറഞ്ഞേക്കാണ് ടാറ്റ മോട്ടോഴ്സ് പറയാണ് 2045 ആവുമ്പോൾ ഞങ്ങൾ 0 കാർബൺ എമിഷൻ ഉള്ള ഒരു കമ്പനി ആവും. നിങ്ങൾക്ക് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? അവിടെ പോയിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഇല്ല. ഇവർ പറയുന്ന ടാർഗറ്റ്സ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഇവർ പറയാണ് നമുക്ക് ഇപ്പൊ ഇത്ര പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, അടുത്ത 20 വർഷത്തിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ 20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഇതെന്തായി മാറാം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ അസംഷനായി മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടൂല, എവിഡൻസ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും, നമ്മുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം ഈ തന്നേക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന്. നമ്മളോട് പറയാണ് ഓഡിറ്റ് എവിഡൻസ് മാക്സിമം നമ്മൾ ഒബ്ടൈൻ ചെയ്യാൻ നോക്കുക. ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലെവൽ ഓഫ് അഷുറൻസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ലിമിറ്റഡ് കൊടുക്കണോ റീസണബിൾ കിട്ടണമെന്ന്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ കാര്യങ്ങളും. നമുക്ക് സഫീഷ്യന്റ് എവിഡൻസ് അവൈലബിൾ ആണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് കൊടുക്കുക, റീസണബിൾ അഷുറൻസ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം എവിഡൻസ് ഇവാലുവേഷനകത്ത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുള്ളൂ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? എന്തൊക്കെയാന്ന് പറഞ്ഞേ? അതായത് പലപ്പോഴും ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഫർമേഷൻ അല്ലെ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് എസ്റ്റിമേറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് എസ്റ്റിമേറ്റ് ക്യാൻ ഈദർ ബി ഫോർകാസ്റ്റ് ഓഫ് പ്രൊജക്ഷൻ, വിച്ച് മീൻസ് ഇത് ഹൈപ്പോത്തറ്റിക്കൽ അസംപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിഡൻസ് കിട്ടൂല. അപ്പൊ നിങ്ങൾ നോക്കുക എത്രത്തോളം എവിഡൻസ് കിട്ടുമെന്ന്. നിങ്ങളുടെ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്ത് എവിഡൻസ് നല്ലപോലെ കിട്ടുമെങ്കിൽ റീസണബിൾ അഷുറൻസ് കൊടുക്കുക, എവിഡൻസ് കിട്ടുന്നില്ല ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇതെല്ലാം എക്സാമ്പിൾസ് തന്നേക്കുന്നതാണ്. ഇത് വേറൊരു കമ്പനിയുടെ എക്സാമ്പിൾ തന്നേക്കുന്നതാണ്. ഓക്കെ. ലെവൽ ഓഫ് അഷുറൻസ് നിങ്ങളോട് അതുപോലെ തന്നെ പറഞ്ഞേക്കാണ്. സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതർ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ടാവും. ആനുവൽ റിപ്പോർട്ടിനകത്തുള്ള ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ ആനുവൽ റിപ്പോർട്ടിനകത്തുള്ള ഇൻഫർമേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ മേലെ നിങ്ങൾ റീസണബിൾ അഷുറൻസ് കൊടുക്കണോ? വേണ്ട. വേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അഷുറൻസ് കൊടുക്കുന്ന എന്തിനു മേലെ മാത്രം ഓഡിറ്റില്, ആനുവൽ റിപ്പോർട്ടിന് മേലെയാണോ, അതർ ഇൻഫർമേഷൻ മേലെയാണോ? അല്ല. എന്തിനു മേലെയാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ മാത്രമാണ്. അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റഡ് ഉള്ള നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നാണ് നമ്മൾ പഠിച്ചേ? റീഡ് അതർ ഇൻഫർമേഷനും തമ്മിൽ കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചിരുന്നു. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അതർ ഇൻഫർമേഷന് മേലെ, അതായത് ഇപ്പം അതർ ഇൻഫർമേഷൻ ആയിട്ട് ആനുവൽ റിപ്പോർട്ടിന്റെ അകത്താണ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് റീസണബിൾ അഷുറൻസോ ലിമിറ്റഡ് അഷുറൻസോ കൊടുക്കണോ? വേണ്ട. കാരണം നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ISA 720 അത് പറയുന്നത് എന്താ, ഓഡിറ്റ് അഷുറൻസ് നമ്മൾ കൊടുക്കുന്ന എന്തിനു മേലെ അല്ല, അതർ ഇൻഫർമേഷന് മേലെ അല്ല. അതർ ഇൻഫർമേഷന് മേലെ നമ്മൾ ഒരു അഷുറൻസും കൊടുക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, അതർ ഇൻഫർമേഷനും FSും കൺസിസ്റ്റന്റ് ആണോ എന്ന് മാത്രമാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങളോട് പറഞ്ഞേക്കാണ്, സപ്പോസ് നിങ്ങളുടെ ഓഡിറ്റഡ് FSന്റെ അകത്തോ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്തല്ല ആനുവൽ റിപ്പോർട്ടിന്റെ അകത്തല്ല സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ തന്നേക്കുന്നത്. അവർ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഈ റിപ്പോർട്ട് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലയന്റുമായിട്ട് സംസാരിച്ച് അതിനനുസരിച്ച് ക്ലയന്റിനോട് റീസണബിൾ അഷുറൻസ് വേണോ, ലിമിറ്റഡ് അഷുറൻസ് വേണോ എന്നുള്ളത് ചോദിക്കാം. എന്നിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാം. ഇതൊരു അതർ ഇൻഫർമേഷൻ ആണോ? അല്ല. കാരണം ആനുവൽ റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഇൻഫർമേഷനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, അതർ ഇൻഫർമേഷൻ വിളിക്കുള്ളൂ. അവിടെ ഓഡിറ്ററായി നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ. കമ്പനി ഏതോ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് FS തമ്മിൽ ബന്ധമൊന്നുമില്ല, അത് പോയിട്ട് നമ്മൾ റിവ്യൂവിന്റെ ആവശ്യമുണ്ട് ഓഡിറ്റിന്റെ സമയത്ത്? ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ അത് വേറെ തന്നെ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇത്രയുള്ള ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്ററായി നിങ്ങൾ നോക്കേണ്ടത് എന്താ,
FSന്റെ അകത്ത് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മേലെ റീസണബിൾ അഷുറൻസ് കൊടുക്കണം, അല്ലേ? കാരണം FSന്റെ മേലെ നമ്മൾ എപ്പോഴും റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ FSന്റെ മേലെ റീസണബിൾ അഷുറൻസ് കൊടുക്കുക. ഇനി അതർ ഇൻഫർമേഷൻ്റെ അകത്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഷുറൻസ് വേണ്ട. കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം അതും FSും കൺസിസ്റ്റന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇത് രണ്ടുമല്ല കേസ്, അതർ ഇൻഫർമേഷൻ്റെ അകത്തും ഇല്ല, FSന്റെ അകത്തും ഇല്ല. അവർ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിനെ കുറിച്ച്. ഇത് ഓഡിറ്ററായി നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ തന്നതാണ്. അങ്ങനെയാണ് ഇത് ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ ഭാഗമാണോ? അല്ല. ഇത് അല്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് തന്നെയാണ്. ആൻഡ് ഇതിന് മേലെ റീസണബിൾ കൊടുക്കണോ ലിമിറ്റഡ് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റുകളും കാര്യങ്ങളും നോക്കുക. ഇതിന് എന്ത് അഷുറൻസ് ആണ് കൊടുക്കാൻ പറ്റുന്നത് ഡിസൈഡ് ചെയ്യുക. അതിനനുസരിച്ച് ഫീസ് ചാർജ് ചെയ്യുക, വേറെ സെപ്പറേറ്റ് ഓഡിറ്റ് ആയിട്ട് ചെയ്യുക. ക്ലിയർ ആയോ? Yes, Yes, sir. sir. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Sir, ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ മേലെ അഷുറൻസ് റീസണബിൾ ആണോ ലിമിറ്റഡ് ആണോ കൊടുക്കേണ്ടതെന്ന് മാനേജ്മെന്റ് ആണോ തീരുമാനിക്കുക? ക്ലയന്റ് കമ്പനി ആണോ തീരുമാനിക്കുന്നത്? അതാണ് നമ്മൾ പറഞ്ഞത്, സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യണം എന്ന് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ? ആ. സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം. അതായത് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ഇവർ പറയും നമുക്ക് റീസണബിൾ വേണം, ലിമിറ്റഡ് വേണം, എന്താ വേണ്ടെന്നുള്ള അവർ പറയും. പക്ഷെ നമ്മൾ നോക്കണം ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്. മനസ്സിലായോ? അതാ പ്രീ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞ സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് എന്താണ്, അവിടെ എവിഡൻസുകൾ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കണം എന്ന് പറഞ്ഞില്ലേ? ഇവർ പറഞ്ഞു ഇവർക്ക് റീസണബിൾ അഷുറൻസ് വേണമെന്ന്. ഉം. പക്ഷേ ഇവർ മൊത്തം ഹൈപ്പോത്തറ്റിക്കൽ അസംഷന്റെ ബേസിസിൽ ഉണ്ടാക്കിയേക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യൂല, നമ്മൾ പറയും നമുക്ക് തരാൻ പറ്റൂല, കാരണം എന്താ? എവിഡൻസ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയും? നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാം, നിങ്ങൾ ലിമിറ്റഡ് മതി എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറയുന്നത് ലിമിറ്റഡ് മതി, അങ്ങനെയാണ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെ വേണ്ടാന്ന് വെക്കുക. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ. ഇനി ഈ റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദ അഷുറൻസ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ എന്തൊക്കെ നല്ല എക്സാമ്പിൾസ് ആണ്. നമ്മുടെ എന്താ പറയുക, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നോർമൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി സ്റ്റേറ്റ്മെന്റ് ടു ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് അവിടെ ഒന്നുമില്ല. അവിടെ നമ്മൾ ISS 720 പറഞ്ഞേക്കുന്നതിന്റെ ബേസിസിൽ പറഞ്ഞേക്കുന്നതാണ്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് തന്നിട്ടുണ്ടാവും. അതായത് ആനുവൽ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ അത് പഠിച്ചിട്ടുണ്ട്. നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല, അത് പ്രിപ്പയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റിന്റെ ആണ് എന്നൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആ സെയിം ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ നമ്മൾ 720 അത് പഠിച്ചത്? Yes, അന്ന് ഞാൻ sir. എക്സാമ്പിൾ ഒക്കെ വെച്ച് കാണിച്ചു തന്നായിരുന്നു. അതായത് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്റ് ഓഫ് അതർ ഇൻഫർമേഷൻ. അതർ ഇൻഫർമേഷൻ ഈസ് അണ്ടർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. നമ്മൾ കൺസിസ്റ്റൻസി മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കില്ലേ? ആ സെയിം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? Yes, sir. സോ ഇത്രയാണ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. ഇനി ഇവിടെ ഒരു ഡിസ്കഷൻ പേപ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്. സപ്പോർട്ടിംഗ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഇൻ എമേർജിംഗ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, EER. അതാണ് എമേർജിംഗ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. അവിടെ ഒന്നും ഇല്ലത്രേ പറയുന്നുള്ളൂ. എമേർജിംഗ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനുള്ള ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. അപ്പോൾ അവിടെ ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അവിടെ എന്തൊക്കെ ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ജനറൽ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ അത്രയാണ്. അപ്പോൾ അതാ പറഞ്ഞേക്കുന്നത്, സൗണ്ട് റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രോങ് ഗവേർണൻസ് ഉണ്ടായിരിക്കണം കമ്പനിയിൽ, അതേപോലെ തന്നെ ഒരു വൈഡർ ഇൻഫോർമേഷൻസ് കമ്പനി പബ്ലിഷ് ചെയ്യുന്നുണ്ടാവണം, എക്സ്റ്റേണൽ പ്രൊഫഷണൽ സർവീസസിൽ റിപ്പോർട്ട്സ് ഉണ്ടാവണം. ഇതൊക്കെ SBRന്റെ ഏരിയാസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് അതുവഴി പറയാണ് ഈ ഇംപ്രൂവ്ഡ് റിപ്പോർട്ടിംഗ് വന്നപ്പം അവിടെ പലതരത്തിലുള്ള പ്രൊഫഷണൽ സർവീസിനുള്ള സ്കോപ്പും കൂടി. അതായത് എപ്പോഴും നിങ്ങൾ പറയാറില്ലേ AI വന്നു, നമ്മുടെ ജോബ് പോകാനായി, പുതിയ പുതിയ സാധനങ്ങൾ വരുന്നു എന്ന് പറയുന്നു. അപ്പം ഇവിടെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഇതാണ്, പുതിയ പുതിയ അപ്ഡേഷൻസ് വരികയാണ്, അതിനനുസരിച്ച് പുതിയ പുതിയ ഫീൽഡുകൾ ഓപ്പൺ ആവുകയാണ്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് എമേർജിംഗ് പ്രൊഫഷണൽ സർവീസസ് ഉണ്ട്. അതായത് അഷുറൻസ് റെഡിനെസ്. നമ്മൾ പറഞ്ഞ ഇത്രയും നാളും ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിൻ്റെ ഓഡിറ്റ് ഇല്ലായിരുന്നു. റീസെൻ്റ്ലിയാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് വന്നത്. അപ്പം ഓഡിറ്ററായി നമുക്ക് ഇത്രയും നാൾ ഓഡിറ്റ് ചെയ്യാൻ FS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ എന്തുകൊണ്ട്? സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ അഷുറൻസ് റെഡിനെസ് വന്നു. ദെൻ നമ്മളോട് പറയുന്ന പുതിയ സർട്ടിഫിക്കേഷൻസ് വന്നു. നിങ്ങൾ കണ്ടില്ല ISO 9001 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് വന്നു. കൺസൾട്ടൻസി സർവീസസിനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഒരു കമ്പനി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മേലെ അഷുറൻസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് പറഞ്ഞു.
കമ്പനിക്ക് അറിയുന്നുണ്ടാവില്ലേ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവും. അതായത് അലൻ എന്ന് പറയുന്ന ഞാനാണ് കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് കൊടുത്തിട്ടുള്ളത്. അലൻ എന്ന് പറയുന്ന ഞാൻ എലാൻസിന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്ക് പുതിയതായിട്ടൊരു ജോലി കിട്ടി. നിങ്ങളാണ് അഷുറൻസ് കൊടുക്കുന്ന ആൾ, നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ജോലി കിട്ടി. ഞാൻ പറഞ്ഞിട്ട് കമ്പനി ഉണ്ടാക്കിയ ഡേറ്റ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാനും പറ്റും. അതാ പറഞ്ഞ് കൺസൾട്ടൻസി ഉണ്ട്, അഷുറൻസ് റെഡിനെസ്സും വന്നു. പിന്നെ ഇവിടെ എക്സ്പേർട്ടിന്റെ ആവശ്യങ്ങൾ വരും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ അതിൻ്റെതായ എക്സ്പേർട്ടിന്റെ ആവശ്യം വരും. പ്രൊഡക്റ്റ് റീഡിസൈൻ ചെയ്യണം, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി. അത് നമ്മൾ പറഞ്ഞ മച്യൂരിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പെർഫോമൻസ് മെഷേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ പ്രൊഫഷണൽ സർവീസസ് വന്നു എന്ന് പറയാണ്. ആൻഡ് അവിടെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് അവിടെ എപ്പോഴും എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എല്ലാവരും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, കോമ്പീറ്റൻസ് ഉണ്ടാവണം എല്ലാവർക്കും. അതുപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഔട്ട്കംസ് ഓരോന്നും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവണം. ഇതൊക്കെയാണ് അവിടെ വന്ന് ഡിഫറൻസസ് എന്ന് പറയാം. ക്ലിയർ ആയോ? യെസ് സർ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ നല്ലതാണ്. അതായത് ഈ പുതിയ റിപ്പോർട്ടിംഗ് വന്നപ്പോഴും അതും ഓൾറെഡി ഉള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അഷുറൻസ് എൻഗേജ്മെന്റിൽ നമുക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയായിരിക്കും ചലഞ്ചസ്? എപ്പോഴും നമ്മൾ പറയുന്ന സെയിം കാര്യം തന്നെ. എന്തൊക്കെയാ? പുതുതായിട്ടുള്ള ഈ എക്സ്റ്റെൻഡഡ് റിപ്പോർട്ട്സ് വന്നപ്പോൾ എന്ത് പറ്റി? റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റിൽ ഇവോൾവ് ആവുന്നേ ഉള്ളൂ. പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ഇല്ല. FS പ്രിപ്പയർ ചെയ്യുന്ന IFRS പ്രകാരമാണെങ്കിൽ അതുപോലെ ഇങ്ങനെയുള്ള ഓരോ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രോപ്പർ ഫ്രെയിം വർക്കുകളില്ല. ഓരോ കമ്പനീസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്കൊരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് അല്ല, ഇന്റേണൽ കൺട്രോൾസ് ഇല്ല, ഗവേണൻസ് ഇല്ല, ഇന്റൻഡഡ് യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അതായത് ഈ റിപ്പോർട്ട് ആരൊക്കെ പോയി യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുപോലെ നമ്മൾ പറയുന്നത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്, വെറൈറ്റി ഓഫ് കോണ്ടന്റ്സ് ആണ്. പണ്ട് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മാത്രമായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട്, അതിൻ്റെ തന്നെ ആ ഇമ്പാക്ട് ഈ ഇമ്പാക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വളരെ വെറൈറ്റി ഓഫ് കോണ്ടന്റ്സ് ആണ് റിപ്പോർട്ടിലുള്ളത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ കുറവാണ്. ഓരോ കമ്പനീനെയും അവരുടെ ഇൻഡസ്ട്രീനെയും ബേസ് ചെയ്ത് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം എലാൻസ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻവയോൺമെന്റൽ ഇമ്പാക്ടിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇവിടെ ലൂണാർ എന്ന് പറയുന്ന ഒരു ചപ്പൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, അവർക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. ഒരു കറി പൗഡർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, അവരുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് അവർക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അവരെക്കുറിച്ച് കുറേ സംസാരിക്കാനുണ്ടാവും. എയർലൈൻ കമ്പനിയാണ്, അവർക്ക് വേറെ തന്നെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അതാ പറഞ്ഞ് സ്റ്റാൻഡർഡൈസ്ഡ് കോണ്ടന്റ് അല്ല എല്ലാവരും പറയുന്നത്, കൂടുതലും ജഡ്ജ്മെന്റൽ ഏരിയ ആണ്. അതുപോലെ തന്നെ സബ്ജക്ട് മാറ്ററിലുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. നമ്മൾ പറഞ്ഞ പോലെ എക്സ്പേർട്ടിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് നോർമൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഈ പറയുന്ന എക്സ്റ്റെൻഡഡ് റിപ്പോർട്ടിങ്ങും തമ്മിൽ വരുന്ന വ്യത്യാസം. ക്ലിയർ ആയോ? യെസ് ക്ലിയർ ആയ സർ. മക്കളെ? അതായത് സിമ്പിൾ ആയിട്ട് എന്തേ ഉള്ളൂ, ഫ്രെയിം വർക്കുകളൊന്നും ഇല്ല, ഇന്റേണൽ കൺട്രോൾസ് ഒന്നും ഇല്ല, പ്രോപ്പർ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇല്ല, കോണ്ടന്റുകളൊന്നും സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ കൂടുതലും ജഡ്ജ്മെന്റൽ ഏരിയ ആണ്. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ ഡിഫറൻസ് വിത്ത് ട്രഡീഷണൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ആൻഡ് ഓഡിറ്ററായി നമ്മൾ അവിടെ എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരിക? നമുക്ക് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് കണ്ടുപിടിക്കാൻ അറിയുന്നുണ്ടാവില്ല, സ്യൂട്ടബിളി ഓഫ് ക്രൈറ്റീരിയ ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എവിടെയും പഠിപ്പിച്ചിട്ടുണ്ടാവും? ഇല്ല. ഇല്ല. ഇതെല്ലാം തന്നെയാണ്. അതായത് എന്താണ് ഓഡിറ്റിംഗ് ചെയ്യാനുള്ള അത് ടിൽ ദ ഡേറ്റ് നിങ്ങൾ ട്രിപ്പിൾ അത് പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് നോർമലി ഒരു ഓഡിറ്ററിനും അറിയുന്നുണ്ടാവില്ല. മനസ്സിലായോ? ഞാൻ എന്താണ് ഓഡിറ്റ് പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നാളെ നിങ്ങൾ പോയിട്ട് ചെയ്യാൻ പോകുന്നു അത് തന്നെയായിരിക്കും. സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആകെ ഓഡിറ്റിംഗിൽ ഇത്രയും സ്റ്റാൻഡേർഡ്സ് തന്നെ ഉള്ളൂ, അല്ലാണ്ട് പുതിയതായിട്ട് വേറെ സ്റ്റാൻഡേർഡ്സ് ഒന്നും പഠിക്കാനില്ല നിങ്ങൾക്ക് വർക്കിലേക്ക് എന്ന് ചെയ്യുമ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഓഡിറ്ററെ നമുക്ക് അറിയുന്നുണ്ടാവില്ല, എസ്പെഷ്യലി ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി ഒക്കെ. ദെൻ നമ്മളോട് പറയാണ് ഇവിടെ ഏതൊക്കെയാണ് അസേഷൻസ് ചൂസ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യേണ്ടതെന്നോ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇനി ഈ ഗവേണൻസിനെ കുറിച്ചോ ഇവർ ഈ പറയുന്ന ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ചോ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും നമുക്ക് അഷുറൻസ് നറേറ്റീവ് ഇൻഫർമേഷന് മേലെ, നറേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഇല്ലേ, ഇവർ പറയാണ് നമ്മൾ ഇത്ര കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര കസ്റ്റമേഴ്സിന് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. മെന്റൽ ഹെൽത്തിലേക്ക് ഇവർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ പറഞ്ഞത് നറേറ്റീവ് ഇൻഫർമേഷന് മേലെ നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റൂല. ദെൻ ഫ്യൂച്ചർ ഓറിയന്റഡ് ഇൻഫർമേഷന് മേലെ നമുക്ക് അഷുറൻസ് കൊടുക്കാനായിട്ട് പറ്റൂല. സ്കെപ്റ്റിസിസം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ജഡ്ജ്മെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ദെൻ നമുക്ക് കോമ്പീറ്റൻസ് ഉണ്ടാവില്ല. ദെൻ നമുക്ക് എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന കോമൺ ചാലഞ്ചസ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഈ ഓഡിറ്റ് ചെയ്യാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യും? നിങ്ങൾക്ക് അവിടുത്തെ സ്കോപ്പ് അറിയുന്നുണ്ടാവില്ല,
ക്രൈറ്റീരിയ ഏത് യൂസ് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല, മെറ്റീരിയാലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല, ഓഡിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല, കൺട്രോൾസ് എല്ലാം പ്രോപ്പർ ആയിരിക്കില്ല, നറേറ്റീവ് ഇൻഫർമേഷന് വരെ നിങ്ങൾക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല, ഫ്യൂച്ചർ ഇൻഫർമേഷന് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല, ജഡ്ജ്മെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഇതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടാവില്ല, ദെൻ ചലഞ്ചസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനും പോസിബിളി നടക്കില്ല. ഇത്രയാണ് ഇവിടെയുള്ള ഇഷ്യൂ. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. ആൻഡ് നോൺ അതോറിറ്റേറ്റീവ് ഗൈഡൻസ് ഓൺ അപ്ലൈയിങ് ISA 3000. എന്താ നോൺ അതോറിറ്റേറ്റീവ് ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതോറിറ്റേറ്റീവ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ അതോറിറ്റേറ്റീവ് ഗൈഡ് ലൈൻസ്? ടേം കേട്ടിട്ടുണ്ടോ അതോറിറ്റേറ്റീവ് ഗൈഡ് ലൈൻ എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യേണ്ടത്. നോൺ അതോറിറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട. അപ്പൊ നോൺ അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻഡേറ്ററി മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട. മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട. പകരം എന്താണ്, ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചോ എന്നുള്ള സാധനം പറഞ്ഞു തരാണ്. അപ്പം നോൺ അതോറിറ്റേറ്റീവ് ഗൈഡ് ലൈൻ്റെ അകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, സസ്റ്റൈനബിലിറ്റി ആൻഡ് അതർ എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോൺ അതോറിറ്റേറ്റീവ് ഗൈഡ് ലൈൻ്റെ അത് പറയുന്നത് എന്താ? നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോൺസിക്വൻസസും കാര്യങ്ങളും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അവിടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? എൻറ്റിറ്റിയുടെ ഓൺ റിസോഴ്സും റിലേഷൻഷിപ്പുകളും നോക്കുന്നുണ്ടാവണം. വൈഡർ ഇക്കണോമിനെയും എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, സർവീസ് പെർഫോമൻസ് എങ്ങനെയാണ് പബ്ലിക് സെക്ടറിനെ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ സ്റ്റേജസ് ആയിട്ടാണ് ഈ തന്നേക്കുന്നതുണ്ടോ, അതായത് കോമ്പിറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റി നിങ്ങൾ ആദ്യമേ കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും സ്കെപ്റ്റിസിസവും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രീ കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. സബ്ജക്ട് മാറ്റർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവണം. എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യണം. പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അതായത് ഈ തന്നേക്കുന്ന ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് EERന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ അല്ല, ഇത് നോർമൽ ഓഡിറ്റിൻ്റെ ഗൈഡ് ലൈൻസ് തന്നെയാണ്. മനസ്സിലായോ? സോ അപ്പോൾ നോർമൽ ഓഡിറ്റ് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അത് നിങ്ങളോട് പറഞ്ഞേക്കുന്നതാണ്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും, അത് ഫോർകാസ്റ്റ് ആൻഡ് പ്രൊജക്ഷൻ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, PFIയുടെ ഓഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അത് അവിടെ നമുക്ക് എവിഡൻസുകളോ കാര്യങ്ങളൊന്നും വേറെ ഉണ്ടാവില്ല. അപ്പോൾ നോർമൽ എങ്ങനെയാണ് ഓഡിറ്റ് പെർഫോം ചെയ്യാറ് ആ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോം ചെയ്താൽ മതി. ക്ലിയർ ആയോ? യെസ് സർ. യെസ് സർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം EERനെ കുറിച്ച് നമ്മളോട് ഒരുപാട് പറയുന്നില്ല ആസ് പാർട്ട് ഓഫ് സിലബസ് കവറേജ്. നിങ്ങളോട് മെയിൻലി പറയുന്നത് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ്റെ ഓഡിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. ക്ലിയർ ആയോ? ഓക്കെ. യെസ് സർ. അപ്പോൾ ഇവിടെ മെയിൻലി നോക്കേണ്ടത് എന്തൊക്കെയാ? സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷനുമായിട്ട് റിലേറ്റഡ് ഉള്ള റിസ്ക്, അതിൻ്റെ റിപ്പോർട്ടിങ്, മാറ്റേഴ്സ് ടു ബി കൺസേൺ ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ടെക്നിക്കൽ ആർട്ടിക്കിൾ എല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ടെക്നിക്കൽ ആർട്ടിക്കിൾ ആയിരുന്നു സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് നേരത്തെ ടെക്നിക്കൽ ആർട്ടിക്കിളിലെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡും. ഇവിടെ നമുക്കിപ്പോൾ പുതുതായിട്ടുള്ളത് പ്രപ്പോസ്ഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ സസ്റ്റൈനബിലിറ്റി അഷുറൻസ് 5000. ഇതായിരുന്നു നിങ്ങളുടെ പ്രീമോക്കിലും ഒക്കെ കാണാൻ സാധ്യത ഉണ്ടാവുക. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് ക്വിക്ക്ലി നോക്കാം. വിൽ റിവൈസ് ഇറ്റ് ഇൻ അനദർ 5 minutes ബിക്കോസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ് ഇത്. ഓക്കെ, സോ ഒന്ന് ക്വിക്ക്ലി നോക്കി. ജനറൽ റിക്വയർമെന്റ്സ് ഫോർ സസ്റ്റൈനബിലിറ്റി അഷുറൻസ് എൻഗേജ്മെന്റ്. നിങ്ങളോട് പറയാണ് പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് കീ പ്രിൻസിപ്പിൾ 5000 എന്ന് പറയുന്ന എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആണിത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കാണ് ഇതൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആണ്. പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സസ്റ്റൈനബിലിറ്റി അഷുറൻസ് എൻഗേജ്മെന്റിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങളോട് പറയുകയാണ് ISSA 5000 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ടാണ്. അതായത് പലതരത്തിലുള്ള റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കുകൾ ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞു, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് തന്നെ. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ടാസ്ക് ഫോഴ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ISSA B ഇഷ്യൂ ചെയ്തേക്കുന്ന സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, IFRS S1 S2, ലോക്കൽ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നതാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആർക്കും യൂസ് ചെയ്യാന്ന് പറയുന്നു. അതായത് പ്രൊഫഷൻ അഗ്നോസ്റ്റിക് ഇല്ല എന്ന് വെച്ചാൽ എന്താ, ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിലേക്ക് ഇത് റെഗുലേറ്റഡ് അല്ല. ഏതൊരു അഷുറൻസ് പ്രാക്ടീഷണറും ഇതിനെ യൂസ് ചെയ്യാം. റെലവൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്താൽ മാത്രം മതി, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ അഗെയിൻ ദേ ഹാവ് റിപ്പീറ്റഡ് ദ സെയിം തിങ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, കൾച്ചറൽ മാറ്റേഴ്സ് ആണ്. ഇതൊരു കമ്പനിയുടെ മേലെയോ ആക്ടിവിറ്റീസിൻ്റെ മേലെയൊക്കെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾസ് ക്ലൈമറ്റ്, എനർജി, വാട്ടർ, ലേബർ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ബ്ലാ ബ്ലാ ബ്ലാ. ആൻഡ് അപ്ലൈയിങ് ISSA 5000 നിങ്ങളോട് പറഞ്ഞു ഇതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻ്റ് ആയിട്ട് ചെയ്യാം. ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡിസ്ക്ലോഷേഴ്സും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മാത്രം ചെയ്യാം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീസണബിൾ അഷുറൻസ് അല്ലെങ്കിൽ ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷനെ കുറിച്ച്, വെദർ ദേ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേക്സ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മളൊരു കൺക്ലൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. ഈ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച്. വേറെ ഫർദർ കമ്മ്യൂണിക്കേഷൻസ് നടത്താണ്ട് അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് ദി എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. നമ്മൾ പറയാണ് പ്രീ കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് പ്രീ കണ്ടീഷൻസ്? സ്കോപ്പ് ഓഫ് വർക്കിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടോ എന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഇൻഫർമേഷൻ ഇവർ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തേക്കെന്ന് നോക്കാം. റിപ്പോർട്ടിംഗ് ബൗണ്ടറി, അതായത് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് എന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് നോക്കുക. ലെവൽ ഓഫ് അഷുറൻസ് ഏതാ കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. ദെൻ പ്ലാനിങ് ദ എൻഗേജ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ പ്രോപ്പർലി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവണം ടു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എന്താണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് കൺട്രോൾസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അഷുറൻസ് പ്രാക്ടീഷണർ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക, ഫ്രോഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിരിക്കും റീസണബിൾ അഷുറൻസ് ആണോ ലിമിറ്റഡ് അഷുറൻസ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ. ദെൻ മെറ്റീരിയാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയാലിറ്റി ഇവിടെ ഒരു ബൈഫോക്കേറ്റഡ് അപ്രോച്ച് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ മെറ്റീരിയാലിറ്റി ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ദിസ് മീൻസ് നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം? ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി നോക്കുന്നുണ്ടാവണം. ഇമ്പാക്ട് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സസ്റ്റൈനബിലിറ്റി മാറ്റേഴ്സ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇമ്പാക്ട് മെറ്റീരിയാലിറ്റിക്ക് അത് പറയാം. അതുപോലെ നമ്മൾ ഫിനാൻഷ്യൽ മെറ്റീരിയാലിറ്റിയും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് നേച്ചറിലുള്ള പെർഫോമൻസ് മെഷേഴ്സ് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞത്. ഇനി ഒബ്ടൈനിങ് എവിഡൻസ്, അവിടെ നമ്മളോട് പറഞ്ഞു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എവിഡൻസുകൾ ഒബ്ടൈൻ ചെയ്യണം. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഉണ്ടാവും. അത് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും, വിച്ച് മീൻസ് എസ്റ്റിമേറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ടായിരിക്കും എവിഡൻസ് ഒബ്ടൈൻ ചെയ്യുന്നത്. ഫോർവേഡ് ലുക്കിംഗ് ആണ്, ബെസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആയിരിക്കും, ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബയാസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ എവിഡൻസ് ഒബ്ടൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് തന്നെ എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാനായിട്ട് നോക്കുക. റിപ്പോർട്ടിംഗ് പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ നമുക്ക് ലിമിറ്റഡ് അഷുറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ റീസണബിൾ അഷുറൻസും കൊടുക്കാൻ പറ്റും. ഏതാണ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം കൺക്ലൂഷൻ ഏത് ഫോം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ഇനി ഗ്രീൻ വാഷിംഗ് ആൻഡ് അതർ റിസ്ക് ഇൻ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. നമ്മൾ പറയുന്നത് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും പൊട്ടൻഷ്യൽ പ്രോബ്ലം. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ വിൻഡോ ഡ്രസ്സിംഗ് പോലെ തന്നെയാണ്. വിച്ച് മീൻസ് ഇവിടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിരിക്കില്ല ഗ്രീൻ വാഷ് ചെയ്യുന്നത്, പകരം എന്തായിരിക്കും? ഫ്രോഡിലൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ടാവുക സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എവിഡൻസ് കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഫ്യൂച്ചർ ഓറിയന്റഡ് ഇൻഫർമേഷൻ ആയതുകൊണ്ടും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. മാനേജ്മെന്റ് ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇനി എത്തിക്കൽ ആംഗിളിനെ കുറിച്ച് പറഞ്ഞേക്കാണ്. അഷുറൻസ് പ്രൊവൈഡേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവണം? എത്തിക്കൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. ഇന്റഗ്രിറ്റിയും ഒബ്ജക്ടിവിറ്റിയും കോമ്പിറ്റൻസും ഡ്യൂ കെയറും കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്ന ഏറ്റവും പ്രൈമറി വൺ ഏതായിരിക്കും? ഇവിടെ നമുക്കുണ്ടാവാൻ ചാൻസ് ഉള്ള എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ഇല്ലാത്തതായിരിക്കും. അപ്പോൾ നമ്മളോട് പറയാണ് ഇവിടെ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ദി ഇയേഴ്സ് ഡെവലപ്പായി വന്നതാണ്. സോ ഓഡിറ്ററായി നമുക്ക് അവിടെ അതിനെക്കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടാവില്ല. സോ നിങ്ങളൊരു അൺഫെമിലിയർ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എൻഗേജ്മെന്റ് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഓൾറെഡി ഇതൊരു ഓഡിറ്റ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അഡീഷണൽ കൺസൾട്ടേഷൻ എൻഗേജ്മെന്റ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരും. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. സെൽഫ് റിവ്യൂ ത്രെട്ടൊക്കെ അക്സെപ്റ്റബിൾ ലോ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് നിങ്ങളോട് ഇവിടെ എക്സാം ഫോക്കസ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന തിയറി അല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ നമുക്കറിയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. കാൻഡിഡേറ്റ്സിന് എന്തൊക്കെ നോളജ് വേണം എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളോട് പറഞ്ഞേക്കുന്നത് റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോവനൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് സ്പെസിഫിക് റിസ്കുകൾ എക്സാമിന് തരാം. ആ റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഈ ഇവിടെ തന്നേക്കുന്ന എസ്റ്റിമേറ്റ്സും മാനേജ്മെന്റ് ജഡ്ജ്മെന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഷുറൻസ് എൻഗേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. ബയാസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. എങ്ങനെ എവിഡൻസ് ഒബ്ടൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവെയർ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഇതാണ് സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് 5000 എന്ന് പറയുന്ന പ്രപ്പോസ് സ്റ്റാൻഡേർഡ്. ക്ലിയർ ആയോ? Yes, sir. Yes, Okay. sir.
അപ്പം ISSA എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി assurance. അപ്പം അതാണ് ISSA 5000 എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ നോക്കേണ്ടത് എന്തൊക്കെയാ? ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് എന്തൊക്കെയാ നോക്കേണ്ടതെന്നുള്ളത് നോക്കുക. ദെൻ റിസ്കുകൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയാന്ന് നോക്കുക. റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഏത് അഷുറൻസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. ഏത് അഷുറൻസ് കൊടുക്കുന്നത്? റീസണബിൾ ആണോ ലിമിറ്റഡ് ആണോ? Depending on the ദാറ്റ്സ് ആൻസർ. റീസണബിൾ ആണോ ലിമിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ അല്ലേ? അവിടെ എന്ത് നോക്കണം എന്ന് പറഞ്ഞേ? സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് എന്താണെന്ന് നോക്കണം. അതായത് ക്ലയന്റിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ക്ലയന്റിന് എന്താണോ വേണം എന്ന് പറയുന്നത് അതിന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്? അല്ല. അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ കൂടെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ? നമ്മൾ പറഞ്ഞ അവിടെ കൃത്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം ക്ലയന്റിന് എന്താണോ വേണ്ടത്. ബട്ട് സ്റ്റിൽ അതിന്റെ എവിഡൻസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസണബിൾ എസ്റ്റിമേറ്റ്സ് വിച്ച് മീൻസ് ബെസ്റ്റ് എസ്റ്റിമേറ്റ്സിന്റെ ബേസിസിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസ് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം ഏതാണ് വേണ്ടതെന്ന്, എന്നിട്ട് മാത്രം എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? യെസ് സർ. Yes, sir. ഓൾ റൈറ്റ്. സോ അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഈ സ്റ്റാൻഡേർഡ് ഒന്ന് ഇഫ് പോസിബിൾ വായിച്ചു നോക്കുക, അല്ല നാളെ രാവിലെ തന്നെ വായിച്ചു നോക്കുക. ആൻഡ് ഐ വിൽ ബി അപ്ലോഡിംഗ് ദ സെയിം റെക്കോർഡിംഗ്. സോ റെക്കോർഡിങ്ങും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ബട്ട് പ്രിഫറബിളി എന്താ പറയുക, ഇപ്പം തന്നെ ഞാൻ റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയില്ല. നിങ്ങൾ ക്വിക്ലി സ്റ്റഡി ഹബ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എക്സ്പോഷർ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്റ്റഡി ഹബും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇല്ല. ഈ തന്നേക്കുന്ന എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി ഹബിൽ തന്നേ ഉള്ളൂ. സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കവർ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കൊന്നും ആദ്യത്തെ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാക്ട്ലി ഹാഫ് ആൻ അവർ ഓർ മോർ ഡിസ്കസ് ചെയ്ത് SBRന്റെ ഏരിയ ആയിരുന്നു. ദാറ്റ് വാസ് നോട്ട് റിലേറ്റിംഗ് ടു AAA. അവിടെ നമ്മൾ പറഞ്ഞ എന്താണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്, റിയൽ ലൈഫിൽ എങ്ങനെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ എങ്ങനെയാണ് ഓഡിറ്ററായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ കണ്ടു. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? no, sir. ഇല്ല. വി ഹാവൻ സ്റ്റഡീഡ് എനിത്തിങ് ന്യൂ. ഇത്രയും നാൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പക്ഷെ എന്തായി? അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിയ സ്റ്റാൻഡേർഡ്സും കൂടി വന്നു. പക്ഷെ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, ഇവിടെ സത്യത്തിൽ സ്റ്റാൻഡേർഡ്സ് പുതുതായിട്ട് വന്നിട്ടുള്ള ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണോ? അല്ല. അല്ല. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലാണ് സ്റ്റാൻഡേർഡ്സ് വന്നത്. അതായത് SBR റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് എവിടെ വന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തുള്ള സ്റ്റാൻഡേർഡ്സ് വന്നത്. ഓഡിറ്ററായി നമ്മൾ എന്താണോ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നുള്ളൂ. വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. ആകെ നമുക്ക് വന്നേക്കുന്നത് എന്തോ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റാ. അതിൻ്റെ അകത്ത് നിങ്ങളോട് എന്ത് മാത്രമേ പറയുന്നുള്ളൂ? നിങ്ങളോട് എങ്ങനെ ഓഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്? അല്ല. ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്തെത്തിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ പറയുന്നത്. അല്ലാതെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവിടെ പറയുന്നില്ല. അവിടെ നമ്മളോട് പറഞ്ഞ എന്താ, സാധാരണ നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ ചെയ്താൽ മതി. പക്ഷെ എൻഗേജ്മെന്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ന കാര്യങ്ങളും കൂടി നോക്കണം എക്സ്ട്രാ. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. അപ്പം ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ. താങ്ക് യു.